യോऽന്തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംന അന്യാംശ ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാന്നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഉദ്ധവരോട് ഭഗവാൻ അതാണ് ഭാഗവതത്തിൽ പറയണത്. ഉദ്ധവ, തനിക്ക് ഞാൻ ഏറ്റവും വലിയ അനുഗ്രഹം ചെയ്യാമെന്ന്, ഇതുവരെ ആർക്കും ചെയ്യാത്ത അനുഗ്രഹം. എന്താണോ ഭഗവാൻ ഇപ്പൊ അങ്ങനെ ഒരു അനുഗ്രഹം ചെയ്യാൻ പോണത്തെന്ന് തോന്നുന്നു നമുക്ക്. അതും ഉദ്ധവരോട് പറയണത്, ഉദ്ധവ, എനിക്ക് ശങ്കരനോട് അത്ര കണ്ട് പ്രീതിയില്ല. ആത്മയോനിഹി ന സംഘർഷണോ ന ശ്രീഹി. ആത്മയോനിയായ ബ്രഹ്മാവിനോടോ സംഘർഷണനോടോ ശങ്കരനോടോ സാക്ഷാത് ലക്ഷ്മീദേവിയോടോ എന്തിനു പറയണു? എനിക്ക് എന്നോട് തന്നെ അത്ര പ്രീതിയില്ല. തന്നോട് എത്രയുണ്ടോ അത്ര. തന്നോട് എനിക്ക് അത്ര കണ്ട് പ്രിയമുള്ളത് കൊണ്ട് തനിക്ക് ഞാൻ ഏറ്റവും വലിയ അനുഗ്രഹം ചെയ്യാം. എന്താണ് ആ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് വെച്ചാൽ ഈ ബ്രഹ്മതത്വം ഉപദേശിച്ചു കൊടുക്കാം, ആത്മതത്വം ഉപദേശിച്ചു കൊടുക്കാം. അപ്പൊ ആത്മതത്വം ഉപദേശിച്ചു കൊടുത്ത് അർജുനനും ഭഗവാൻ അതാണ് ചെയ്തത്. എന്തിനാ ഈ തത്വോപദേശം ചെയ്യണതെന്ന് വെച്ചാൽ ഇതുകൊണ്ട് മാത്രമേ വാസന ക്ഷയിക്കുള്ളൂ. ഇതുകൊണ്ട് മാത്രമേ ഇത് ഉള്ളിൽ ചെല്ലുമ്പോൾ പതുക്കെ ആ വാസനയെ അരിച്ചരിച്ചരിച്ചരിച്ച് കളയും. എപ്പോ ഈ മനസ്സ് പതുക്കെ ഈ ആത്മാവിനെ രുചിക്കുന്നു, അപ്പോഴേ വാസനകളെ ഉപേക്ഷിക്കുള്ളൂ. യഥാ യഥാ പ്രത്യഗവസ്ഥിതം മനഃ തഥാ തഥാ മുഞ്ചതി ബാഹ്യവാസനാഃ നിശേഷമോക്ഷേ സതി വാസനാനാം ആത്മാനുഭൂതി പ്രതിബന്ധശൂന്യ. വിവേക ചൂടാമണിയില് ആചാര്യസ്വാമികൾ ഇതിന്റെ പ്രക്രിയ പറയാണ്. എപ്പോ എങ്ങനെ ഈ മനസ്സ് പ്രത്യേകവസ്ഥിതം പതുക്കെ തത്വവിചാരം കൊണ്ട് അങ്ങനെ നിശ്ചലമായിട്ട് സ്വരൂപത്തിൽ നിൽക്കണമോ, സാക്ഷി മാത്രമായിട്ട് നിൽക്കണമോ, ആ സമയത്ത് അനേകം വാസനകള് ഭസ്മമായിട്ട് പോകും. അനേകം വാസനകള് ഇല്ലാതായിട്ട് തീരും. ഇങ്ങനെ വീണ്ടും 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 ഇങ്ങനെ ഈ സ്വാത്മതീർത്ഥത്തിൽ മനസ്സിനെ മുക്കിക്കൊണ്ടേയിരുന്നാൽ നിശേഷമോക്ഷേ സതി എന്നാണ്. വാസനകള് പരിപൂർണമായിട്ട് ഒഴിഞ്ഞു കിട്ടിയാൽ പ്രതിബന്ധമില്ലാത്ത ആത്മാനുഭവം, അല്ലെങ്കിൽ പ്രതിബന്ധം വന്നുകൊണ്ടേയിരിക്കും. കുറച്ചു നേരം കേൾക്കുമ്പോൾ ഒരു ശാന്തി, അത് കഴിഞ്ഞാൽ ഈ വാസന ഇങ്ങനെ കുറുക്കെ വരും. ആ വാസനകൾ ഇങ്ങനെ പതുക്കെ ഒഴിഞ്ഞു കിട്ടും തോറും മേഘമൊക്കെ നീങ്ങിക്കഴിഞ്ഞാൽ സൂര്യൻ നല്ലവണ്ണം തെളിയണ പോലെ ഉള്ളിലുള്ള രാഗദ്വേഷ വാസനകൾ നീങ്ങിക്കഴിഞ്ഞാൽ മനഃപ്രസാദം, ഭഗവാൻ ഗീതയിലും പറയണത് അതാണ്, പ്രസാദമധിഗച്ഛതി, ഉള്ളു പ്രസന്നമായിട്ട് തീരുന്നതാണ്, തെളിഞ്ഞു നിൽക്കും. ആ തെളിവാണ് ഇവിടെ നിരാഭാസകോയഃ എന്ന് ഭഗവാൻ ഇവിടെ ഹസ്താമലകൻ പറയണത്. ആഭാസം മാത്രമായ അഹങ്കാരം ഒഴിയുമ്പോ തത്വം, വസ്തു, ആത്മാ അത് തടസ്സമില്ലാതെ പ്രകാശിക്കും. സ നിത്യോപലബ്ധി സ്വരൂപോഹമാത്മ. 7ാമത്തെ ശ്ലോകം. മനശ്ചക്ഷുരാദേർവിയുക്തസ്വയം യോ മനശ്ചക്ഷുരാദേർമനശ്ചക്ഷുരാദിഃ മനശ്ചക്ഷുരാദേരഗമ്യസ്വരൂപഃ സ നിത്യോപലബ്ധിസ്വരൂപോഹമാത്മാ. മനശ്ചക്ഷുരാദേർവിയുക്തസ്വയം യഃ മനശ്ചക്ഷുരാദേർമനശ്ചക്ഷുരാദിഃ മനശ്ചക്ഷുരാദേരഗമ്യസ്വരൂപഃ സ നിത്യോപലബ്ധിസ്വരൂപോഹമാത്മാ. മനശ്ചക്ഷുരാദേർവിയുക്തസ്വയം യഃ. മനസ്സ്, ഇന്ദ്രിയങ്ങൾ, ഇതൊക്കെ തന്നെ വീണ്ടും വീണ്ടും ഒരേ കാര്യം തന്നെയാണ് പറയണത്. ഇതിപ്പോ നമ്മൾ അർത്ഥം മനസ്സിലാക്കിയിട്ട് നമ്മളിങ്ങനെ ജപിക്കുമ്പോഴോ നിത്യം ഉള്ള നിത്യാനുഷ്ഠാനങ്ങൾ ജപം ചെയ്യുമ്പോഴോ ഇല്ലേ തനിച്ചിരിക്കുമ്പോഴോ ഒക്കെ ഈ ശ്ലോകങ്ങൾ ഇങ്ങനെ പാടുക, അർത്ഥം ഒന്ന് മനസ്സിലാക്കിയിട്ട് അതിങ്ങനെ പാടുക. പാടുമ്പോൾ തന്നെ അത് ധ്യാനമാണ്. അതിനാണ് ഒരേ കാര്യം, റിപ്പീറ്റേഷനാണ്, വേറെ ഒന്നുമില്ല. ശങ്കരാചാര്യസ്വാമികളുടെ
ആദ്യത്തെ ശ്ലോകം, വേദാന്തപരമായ ആദ്യത്തെ കൃതിയാണ് ദശശ്ലോകി. ദശശ്ലോകി ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഗോവിന്ദ ഭഗവത് പാദർ, ആചാര്യരുടെ ഗുരുവായ ഗോവിന്ദ ഭഗവത് പാദര് കൊച്ചു ശങ്കരനോട്, 7 വയസ്സ് 8 വയസ്സ് ശങ്കരനോട് ചോദിച്ചു, നീ ആരാണ്? കസ്ത്വം ബാല മമ ഹൃദി രതി കാചിദാനന്ദമൂർച്ഛ. തന്നെ കാണുമ്പോ എനിക്ക് അങ്ങനെ ഒരു ആനന്ദം തോന്നണമല്ലോ, താൻ ആരാണ് എന്ന് ചോദിച്ചപ്പോ ശങ്കരൻ പറഞ്ഞതാണ് ഈ 10 ശ്ലോകം. ന ഭൂമിർന തോയം ന തേജോ ന വായു നഖം നേന്ദ്രിയം വാ ന തേഷാം സമൂഹഃ അനൈകാന്തികത്വാത് സുഷുപ്ത്യേകസിദ്ധഃ തദേകോ വശിഷ്ഠഃ ശിവഃ കേവലോഹം. ന വർണ്ണാ ന വർണ്ണാശ്രമാചാരധർമാഃ ന മേ ധാരണാ ധ്യാനയോഗാദയോവി അനാത്മാശ്രയോഹം മമാധ്യാസഹാനാത് തദേകോ വശിഷ്ഠഃ ശിവഃ കേവലോഹം. ന മാതാപിതാ വാ ന ദേവാ ന ലോകാഃ ന വേദാ ന യജ്ഞാ ന തീർത്ഥം ബ്രുവന്തി സുഷുപ്തൗ നിരസ്താതി ശൂന്യാത്മകത്വാത് തദേകോ വശിഷ്ഠഃ ശിവഃ കേവലോഹം. ഈ ശ്ലോകം 10 ശ്ലോകങ്ങള് ആചാര്യപാദരുടെ മഹാസമാധിക്ക് കുറച്ചു നേരം മുമ്പ് ശങ്കരരോട് പത്മപാദർ ചോദിച്ചു, ഞങ്ങൾക്ക് ലളിതമായിട്ട് ജ്ഞാനത്തിന് എന്തെങ്കിലും മാർഗം പറഞ്ഞു തരൂ എന്ന് പറഞ്ഞപ്പോ പക്വമായിട്ടുള്ള ആളുകൾക്ക്, വാസ്തവത്തില് പണ്ഡിതന്മാർക്കൊരു അഹങ്കാരമുണ്ട്. എന്താ ഉണ്ടാവുക എന്ന് വെച്ചാൽ, ഞങ്ങൾ ഭാഷ്യമൊക്കെ പഠിച്ചിട്ടുണ്ട്, വ്യാഖ്യാനങ്ങൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട് എന്നൊക്കെ തോന്നും. ഭഗവാൻ രമണ മഹർഷി പറയണത്, പക്വ ജീവന് ഈ ദശശ്ലോകിയോ വിവേക ചൂടാമണിയോ കൊച്ചു കൊച്ചു ഏതെങ്കിലും ഒരു കൃതി അത് മതി ജ്ഞാനത്തിന്. എന്നിട്ടും പിടികിട്ടിയിട്ടില്ലെങ്കിലാണ് അത് ഭാഷ്യവും വ്യാഖ്യാനവും ഉള്ള കമന്ററിയും ഒക്കെ പഠിക്കുന്നത്. എന്നിട്ടും കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല എന്നാണ്. കാര്യം പിടികിട്ടണവൻ വളരെ എളുപ്പത്തിൽ ഒരേ ഒരു സൂക്ഷ്മ ഗ്രന്ഥം മതി. എല്ലാം ഇപ്പൊ ഹസ്താമലകം എന്ന് വെച്ചാൽ ഇതിലെല്ലാം ഉണ്ട്. ഇതിൽ പിടികിട്ടിയാൽ പിന്നെ ആസ്വാദനത്തിന് വേണ്ടി ബാക്കിയുള്ളതൊക്കെ വായിക്കാം. ബാക്കിയുള്ളതൊന്നും വേണ്ടെന്നല്ല, ഇതേ ആനന്ദത്തിനെ പല രീതിയിൽ ആസ്വദിക്കാൻ വേണ്ടി എല്ലാത്തിലൂടെയും പോവാം. അല്ലാതെ പുതിയതായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വേറെ ഒന്നുമില്ല. ജ്ഞാനം എന്നുള്ളത് വളരെ എളുപ്പം, കാരണം കുറച്ചേ പറയാനുള്ളൂ, അധികമൊന്നും പറയാനില്ല. ഇപ്പൊ പാലക്കാട് ഒരു ചെറിയ ഒരു രമണാശ്രമമുണ്ട്, വിജ്ഞാന രമണീയാശ്രമം. അവിടെ ആണ് ആദ്യമായിട്ട് പ്രഭാഷണം തുടങ്ങിയത്, ഒരു 12 വർഷം മുമ്പ്. അന്നു മുതൽ ഇന്ന് വരെ ഒരേ കാര്യം പല കൃതികളിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. കേൾക്കുന്നവർ ഒരേ ആളുകൾ തന്നെയാണ്. കുറച്ച് പുതിയ ആളുകളും ഉണ്ട്. അവർക്ക് ആർക്കും ഇത് പഴകിപ്പോയി എന്നോ അഥവാ പുതിയതായിട്ട് വല്ലതും കേൾക്കണമെന്നോ തോന്നണില്ല. അധികം പേരും മുമുക്ഷുക്കളായതുകൊണ്ട് പുതിയതായിട്ട് കേൾക്കണമെന്നോ മറ്റോ ഒന്നും തോന്നണില്ല. അപ്പൊ കാര്യം എന്താ, ഇത്രയേ ഉള്ളൂ. പിന്നെ എന്താണ്? ആസ്വാദനം, അത്രയേ ഉള്ളൂ. അതിനെ തന്നെ മനനം ചെയ്യുക, അതിനെ തന്നെ അനുഭവിക്കുക, വീണ്ടും വീണ്ടും അതിനെ തന്നെ വിചാരം ചെയ്യുക. അനേക കാര്യം എന്തിനു കേൾക്കണം? അപ്പോ ഈ ദശശ്ലോകി ആചാര്യസ്വാമികൾ അവസാനം ചൊല്ലി പത്മപാദരോട്. എന്നിട്ട് ചൊല്ലിയിട്ട് പറഞ്ഞു, ഇതാണ് ഞാൻ ആദ്യം പാടിയ പാട്ട്, അനുഭവത്തിന്റെ ഗാനം. ഇത് ഒന്ന് നിരന്തരം അർത്ഥം മനനം ചെയ്തുകൊണ്ട്, ദക്ഷിണാമൂർത്തി സ്തോത്രത്തിലും അവസാനം തദർത്ഥമനനാത്ത് ധ്യാനാച്ച സങ്കീർത്തനാത്ത് എന്ന് പറഞ്ഞു. ആ ശ്ലോകത്തിനെ, ആ സ്തുതിയെ അർത്ഥമനനം ചെയ്യുക, അർത്ഥത്തിനെ നല്ലവണ്ണം അറിഞ്ഞിട്ട് പിന്നെ ധ്യാനാത്ത് അതിന്റെ ഉൾപ്പൊരുളെ നല്ലവണ്ണം ധ്യാനിച്ചു നോക്കിയിട്ട് ഇങ്ങനെ സങ്കീർത്തനം ചെയ്യാം. ഹസ്താമലകം പലർക്കും സങ്കീർത്തനം വലിയ ഇഷ്ടമാണ്. കാരണം ഇത്രയും മധുരമായിട്ടുള്ളൊരു വേദാന്ത കൃതി വേറെ ഉണ്ടോ എന്നുള്ള സംശയമാണ്. ഓരോന്നിലും അവസാനം ആദ്യത്തെ ശ്ലോകം ഗംഭീരം. നാഹം മനുഷ്യോ ന ച ദേവയക്ഷൗ
ന ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യശൂദ്രാഃ ന ബ്രഹ്മചാരീ ന ഗൃഹീവനസ്ഥോ ഭിക്ഷുർന ചാഹം നിജബോധരൂപഃ നിമിത്തം മനശ്ചക്ഷുരാദിപ്രവൃത്തോ നിരസ്താഖിലോപാധിരാകാശകൽപഃ രവിർലോകചേഷ്ടാ നിമിത്തം യഥായ സ നിത്യോപലബ്ധിസ്വരൂപോഹമാത്മാ. ഓരോ ലൈനും അവസാനം ചമയം. ഈ ചമയമൊക്കെ തന്നെ ധ്യാനിക്കാനാണ്. ഭാഗവതത്തില് 6ാമത്തെ സ്കന്ധത്തില് അമൃതമഥന സന്ദർഭത്തില് ദേവതകള് ഭഗവാനെ സ്തുതിക്കുന്നു. ബ്രഹ്മാവ് പോയി സ്തുതിക്കുന്നു. അങ്ങനെയൊരു സ്തുതിയുണ്ട്. അത് ചമയം ആണ്. അതില് ഗംഭീരമാണ്. ആ ശ്ലോകം ശ്രദ്ധിച്ച് കേട്ടാ മനസ്സ് ധ്യാനത്തിൽ ലയിക്കും. ഓരോ ലൈനും അവസാനിക്കുന്നത് പ്രസീദതാം ബ്രഹ്മമഹാവിഭൂതി. ഇങ്ങനെ അനേകം ശ്ലോകങ്ങള് പ്രസീദതാം ബ്രഹ്മമഹാവിഭൂതി. ഭഗവാനെ സ്തുതിക്കുന്നത് അങ്ങനെയാണ്, ബ്രഹ്മമഹാവിഭൂതി. അപ്പോ ഇതൊക്കെ മനസ്സിന് ആ തത്വാനുഭവത്തിൽ നിശ്ചലമായ അലൗകിക ശബ്ദം പ്രയോഗിച്ച്, ലൗകിക ശബ്ദമല്ല, ഒക്കെ അലൗകിക ശബ്ദം, അലൗകിക ശബ്ദം പ്രയോഗിച്ച് അങ്ങനെ ആനന്ദ അനുഭവത്തിനെ അല്പനേരത്തേക്കെങ്കിലും നമുക്ക് തരാണ്. ഒരേ അർത്ഥമായിരിക്കും, വീണ്ടും വീണ്ടും അത് തന്നെ ആയിരിക്കും പറയണത്. പക്ഷേ അതില് അതേ ആനന്ദം. അതാണ് ഈ ശ്ലോകവും അതേ തന്നെ. മനശ്ചക്ഷുരാദേർ വിയുക്ത സ്വയം യോ മനശ്ചക്ഷുരാദേർ മനശ്ചക്ഷുരാദി. മനസ്സ്, കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക് മുതലായ ഇന്ദ്രിയങ്ങൾ, ഇതിനൊക്കെ തന്നെ അതീതനായിട്ടുള്ളവൻ. വിയുക്ത എന്ന് വെച്ചാൽ പിരിഞ്ഞ് വേർപെട്ടിട്ടുള്ളവൻ. ഇതിൽ നിന്നൊക്കെ അന്യനായിട്ട് ഇരിക്കുന്നവൻ അവനാണ് വാസ്തവത്തിൽ മനശ്ചക്ഷുരാദേർ മനശ്ചക്ഷുരാദി. മനസ്സിന്റെ മനസ്സ്, കണ്ണിന്റെ കണ്ണ് എന്നൊക്കെ ആത്മാവിനെ ഉപനിഷത്തുകൾ പറയുന്നു. ചക്ഷുഷക്ഷുഹു വാചോഹ വാചം മനസ്സോ മനോയത്. കണ്ണു മാത്രം ഉണ്ടെങ്കിലും ഒന്നും കാണില്ല, മനസ്സ് മാത്രമാണെങ്കിലും ഒന്നും കാണാൻ പറ്റില്ല. മനസ്സ് ജഡം. ഇതിനൊക്കെ പുറകിലിരുന്ന് ഏതൊരുത്തന്റെ സാന്നിധ്യ മാത്രത്തിൽ മനസ്സ് ചലിക്കണുവോ, ഏതൊരുത്തന്റെ സാന്നിധ്യ മാത്രത്തിൽ കണ്ണ് കാണുന്നുവോ, ഏതൊരുത്തന്റെ സാന്നിധ്യ മാത്രത്തിൽ ചെവി കേൾക്കണുവോ അവനാണ് നിത്യോപലബ്ധി സ്വരൂപോഹമാത്മാ. ഇതന്നെയാണ് യോ അന്തഃപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയതി എന്ന് ധ്രുവൻ പറഞ്ഞത്. ആ പരമപുരുഷൻ ഉള്ളിലിരുന്ന് മനഃചക്ഷുരാദേരഗമ്യസ്വരൂപ. മനസ്സുകൊണ്ടോ കണ്ണുകൊണ്ടോ ഒന്നും അവനെ പോയി ഇന്നതെന്ന് തൊട്ടു നോക്കാൻ പറ്റില്ല, അറിയാൻ പറ്റില്ല. അങ്ങനെയുള്ള നിത്യോപലബ്ധി സ്വരൂപോഹം ആത്മാ. ഈ മനസ്സ്, ഇന്ദ്രിയങ്ങളൊക്കെ അടങ്ങി നിൽക്കുന്ന അവസ്ഥയിൽ അവൻ സ്വയമേവ പ്രകാശിക്കുന്നു. യഥാ പഞ്ചാവതിഷ്ഠന്തെ ജ്ഞാനാനി മനസാ സഹ ബുദ്ധിശ്ചന വിചേഷ്ടതി താം ആഹു പരമാം ഗതിം. എപ്പോഴാണോ പഞ്ചാവതിഷ്ഠന്തെ, 5 ഇന്ദ്രിയങ്ങളും നിശ്ചലമായിട്ട് നിൽക്കണു, ഒന്നും അനുഭവിക്കണില്ല, മനസ്സും നിശ്ചലമായിട്ട് നിൽക്കണു, ഈ ബുദ്ധി ഉണ്ടല്ലോ, ബുദ്ധിയും നിശ്ചലമായിട്ട് നിൽക്കണു. അപ്പോ പരമാം ഗതിം, അതാണ് പരമമായ ഗതി എന്ന് ഉപനിഷത്ത് പറയുന്നു. അതാണ് ധ്യാനം. ധ്യാനം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. കാണണില്ല, കേൾക്കണില്ല, മണക്കണില്ല, രുചിക്കണില്ല, സ്പർശിക്കണില്ല, മനസ്സ് ചലിക്കണില്ല, സങ്കല്പങ്ങളില്ല, ബുദ്ധിയും ചലിക്കണില്ല. അങ്ങനെ ആ ആനന്ദ നിർവൃത്തി. താം ആഹു പരമാം ഗതിം, അതാണ് പരമമായ ഗതി, പരമമായ അവസ്ഥ എന്ന് ഉപനിഷത്തുകൾ പറയണത്. അതാണ് മനഃചക്ഷുരാദേർ അഗമ്യസ്വരൂപ സ നിത്യോപലബ്ധി സ്വരൂപോഹം ആത്മാ. മനസ്സ്, ചക്ഷുസ് മുതലായിട്ടുള്ളത് പ്രാപിക്കാൻ കഴിയാതെ നിൽക്കുന്നതും നിത്യ ഉപലബ്ധി സ്വരൂപം, എപ്പോഴും കിട്ടിയിട്ടുള്ളതുമായിട്ടുള്ള ആത്മാവാണ് ഞാൻ. നിത്യശുദ്ധ ബുദ്ധമുക്തസ്വരൂപനായ ആത്മാവാണ് ഞാൻ എന്ന് ഇവിടെ അഷ്ടാമലകൻ പറയണത്. മനസ്സിന് മൂലമാണ്. അതാണ് മനസ്സിന്റെ മനസ്സ് എന്ന് പറയാൻ.
മനസ്സ് എന്ന് വെച്ചാൽ എന്താ? കുറേ വിചാരങ്ങൾ, ചിത്തവൃത്തികൾ. അതിന്റെ മൂലമോ ഞാൻ എന്നുള്ള ചിത്തവൃത്തി, ഞാൻ എന്നുള്ള വികാരം ആണ് മനസ്സിന്റെ മൂലം. ആ ഞാൻ എന്നുള്ള വികാരം എവിടുന്ന് പൊന്തുണു? ഹൃദയത്തിൽ നിന്ന് പൊന്തുണു. ഹൃദയം എന്ന് വെച്ചാൽ ബോധം, അഖണ്ഡമായ അനുഭവസ്ഥാനം. അപ്പൊ മനസ്സ് ഈ ഞാൻ എന്നുള്ള വിചാരത്തിൽ നിന്നാണ് പൊന്തണത് എന്നറിഞ്ഞാൽ, ഈ ഞാൻ എന്നുള്ളതിനെ ഗ്രഹിച്ചാൽ മനസ്സ് അതിന്റെ മൂലത്തിലടങ്ങും. മൂലത്തിലടങ്ങുമ്പോൾ ആ അഖണ്ഡ തത്വം, അഖണ്ഡമായ ആ വസ്തുവിനെ കാണുന്തോറും മനസ്സങ്ങോട്ട് ഉരുകിയില്ലാതായിട്ട് തീരും. മനസ്സ് എന്ന് പറയുന്നത് ഒരു ലിമിറ്റഡ് എൻറ്റിറ്റി. അത് അനന്തതയിലേക്ക് വീഴുമ്പോൾ പിന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ല. അവിടെ അഖണ്ഡമായ ബോധം. രാമകൃഷ്ണ പരമഹംസരുടെ ഒരു ഉദാഹരണം. രാമകൃഷ്ണ പരമഹംസർ ഒരിക്കല് ദക്ഷിണേശ്വരത്ത് ഗംഗയുടെ കരയിലിരിക്കുകയാണ്. അപ്പൊ ഒരു കൊച്ചുകുട്ടി ഗംഗയിൽ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നു. ആ കുട്ടി കൊച്ചു കൊച്ചു മീനുകളെ പിടിച്ചിട്ട് ഒരു കുടത്തിലിട്ട് ഒരു കൊച്ചു മീനിനെ പിടിച്ച് ഒരു കൊച്ചു കുടത്തിൽ ഒരു പാത്രത്തിൽ വെള്ളം നിറച്ച് അതിലിട്ടിട്ട് പടിയിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ കുട്ടി വെള്ളത്തിൽ കുളിക്കുകയാണ്. ഇപ്പൊ രാമകൃഷ്ണ പരമഹംസർ അത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ മീന്, ഈ കുടത്തിന്റെ ഉള്ളിലുള്ള മീന് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ചാടും. ചാടിയിട്ട് വീണ്ടും കുടത്തിനുള്ളിൽ വീഴും, വീണ്ടും ചാടും, വീണ്ടും ആ കുടത്തിനുള്ളിൽ വീഴും. ഇങ്ങനെ പലവട്ടം ചാടിയത് ഒരു ചാട്ടം ചാടി ഗംഗയിലേക്ക് അങ്ങോട്ട് വീണു. പിന്നെ തിരിച്ചു വരുമോ? ഇനിയിപ്പോ ആ മീനിന് തിരിച്ചു കിട്ടുമോ? ഇതുപോലെ ഈ ലിമിറ്റഡ് ആയിട്ടുള്ള പരിച്ഛിന്നമായിട്ടുള്ള ഈ കുടത്തിന്റെ ഉള്ളിൽ നിന്നുള്ള മീന് അഖണ്ഡത്തിലേക്ക് അങ്ങോട്ട് വീണു. ഇത് കണ്ടുകൊണ്ടിരുന്ന രാമകൃഷ്ണദേവൻ സമാധിയിൽ ലയിച്ചു. അത് കണ്ട ഉടനെ അദ്ദേഹത്തിന്റെ മനസ്സ് അങ്ങനെ ആ അനന്തമായ അനുഭവത്തിലേക്ക് അങ്ങോട്ട് ലയിച്ചു. കൊച്ചു കുടത്തിൽ നിന്നും അഖണ്ഡത്തിലേക്ക്, സമുദ്രത്തിലേക്ക് വീണ മീന് അങ്ങനെ ഇല്ലാതെ പോണ പോലെ ഈ കൊച്ചു ശരീരത്തിന്റെ ഉള്ളില് ഞാൻ 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 എന്ന് പറഞ്ഞിരിക്കുന്ന അഹങ്കാരം അതിന്റെ അനന്തമായ അധിഷ്ഠാനത്തിനെ കണ്ടെത്തി അതിൽ സ്വയം ഇല്ലാതായിട്ട് തീർന്നാൽ പിന്നെ അതിനെ വീണ്ടും ഈ പരിച്ഛിന്നമായ അനുഭവത്തിലേക്ക് ഇനി കൊണ്ടുവരാൻ പറ്റില്ല. നിത്യോപലബ്ധി സ്വരൂപോഹമാത്മാ. ഇനി പുറമേക്കൊക്കെ ശരീരമൊക്കെ ഉണ്ടെങ്കിലും മനസ്സൊക്കെ ഉണ്ടെങ്കിലും ബുദ്ധിയൊക്കെ ചലിക്കുന്നെങ്കിലും ഉള്ളില് എപ്പോഴും അറിയാം, ആത്മാവാണ് ഞാൻ, ഈ ശരീരമല്ല, ഈ മനസ്സല്ല, ബുദ്ധിയല്ല, അഹങ്കാരമല്ല. സദാ സർവത്ര സർവ അവസ്ഥകളിലും ആത്മാനുഭവം. സർവാവസ്ഥാസു സർവത, എല്ലാ അവസ്ഥകളിലും അത് മാത്രമേ ഉള്ളൂ, അതല്ലാതെ വേറെ ഒന്നുമില്ല എന്നാണ്. അതല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ട് എന്നുള്ള ആ അജ്ഞാനം വിട്ടു, അത്രയേ ഉള്ളൂ. വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല. സംഭവിക്കണത് എന്താ? അജ്ഞാനം പോയി. ഈശ്വരൻ അല്ലാതെ വേറെ പലതും ഉണ്ട് എന്നുള്ള അജ്ഞാനം അങ്ങോട്ട് നീങ്ങിയപ്പോ ഈ ഉള്ള പ്രപഞ്ചം തന്നെ ഈശ്വരനായി പ്രകാശിച്ചു. ഒരേ കാര്യം തന്നെ ഈശ്വരനായിട്ടും ജഗത്തായിട്ടും തോന്നണത്. ഇപ്പൊ ജഗത്ത്, ലോകം എന്ന് കാണുന്നത് തന്നെ അജ്ഞാനം അങ്ങോട്ട് നീങ്ങിയപ്പോ ഈശ്വരൻ എന്ന് അനുഭവപ്പെട്ടു. ഇപ്പൊ ലോകം ലോകം എന്ന് തോന്നുന്നു. അത് തന്നെ അജ്ഞാനം അങ്ങോട്ട് മറമാറിയപ്പോ ലോകം എന്നുള്ള അനുഭവം പോയി ബ്രഹ്മം എന്നുള്ള അനുഭവമായിട്ട് തീർന്നു. ചിദാകാശമയം സർവം ജഗത്. ജഗത്ത് മുഴുവൻ ചിദാകാശമയമായിട്ട് പ്രകാശിച്ചു. അപ്പോ പിന്നെ പരിച്ഛിന്നമായ അഹങ്കാരം അതോടുകൂടെ പോയി. എല്ലാത്തിലും ഭഗവാൻ 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 എന്ന് കാണുമ്പോൾ എവിടുന്ന് അഹങ്കാരം ഉണ്ടാവും? എങ്ങനെ അഹങ്കാരത്തിന് നിൽക്കാൻ പറ്റും? സ നിത്യോപലബ്ധി സ്വരൂപോഹമാത്മാ. ആ നിത്യോപലബ്ധി സ്വരൂപമായ ആത്മാവാണ് ഞാൻ. അടുത്ത ശ്ലോകം നോക്കാം. യേകോ വിഭാതി സ്വതഃശുദ്ധചേതാഃ പ്രകാശസ്വരൂപോऽപി നാനേവധീഷു ശരാബോധഗസ്തോ യഥാ ഭാനുരേകഃ
സ നിത്യോപലബ്ധിസ്വരൂപോഹമാത്മാ യഥാ ശരാവോദകസ്ഥഃ ഭാനുഃ. ഘടജലത്തിൽ പ്രതിബിംബിക്കുന്ന സൂര്യൻ. ശരാവം എന്ന് വെച്ചാൽ ചട്ടി. ചട്ടിയിൽ കുറച്ച് വെള്ളം. ആ വെള്ളത്തില് അവിടെ കൊണ്ടുവച്ചാൽ സൂര്യൻ റിഫ്ലക്റ്റ് ആയിട്ട് കാണാം. ശരാവോദകസ്ഥഃ ഭാനുഃ. കുടത്തിന്റെ വെള്ളത്തില് ശ്രീരാമൻ കൊച്ചുകുട്ടിയായിരിക്കുമ്പോ സുമന്ത്രർ, അയോധ്യയുടെ മന്ത്രിയായ സുമന്ത്രർ രാമനെ കളിപ്പിക്കുമ്പോൾ രാമൻ കരഞ്ഞു അത്രേ. എനിക്ക് സൂര്യനെ വേണം, സൂര്യനെ വേണം എന്ന് പറഞ്ഞ് കരഞ്ഞു അത്രേ. അപ്പൊ സുമന്ത്രർ അവസാനം കണ്ടുപിടിച്ച ഒരു ടെക്നിക്ക്, ഒരു കുടത്തിൽ വെള്ളം വെച്ചു. ആ വെള്ളത്തിൽ സൂര്യൻ പ്രതിബിംബിച്ചു. എടുത്തോളൂ എന്ന് പറഞ്ഞു അത്രേ രാമനോട്. അപ്പോ അനന്തമായ ബ്രഹ്മത്തിനെ കുടത്തിലിട്ട പോലെ അനന്തമായ ആ സൂര്യനെ, ഉജ്ജ്വലമായ സൂര്യനെ കുടത്തിൽ പിടിച്ച പോലെ തോന്നുന്നു നമുക്ക്. റിഫ്ലക്ഷൻ, പ്രതിബിംബം. യഥാ ശരാബോധകസ്ഥഃ ഭാനുഃ ഏകഃ യഃ പ്രകാശസ്വരൂപഃ സ്വതഃശുദ്ധചേതഃ ഏകഃ നാനേവ ദീഷു വിഭാതി. ഒരേ ഒരു സൂര്യനെ ഒരു 100 കുടം വെള്ളം വെച്ചാൽ 100 കുടം വെള്ളത്തിലും പ്രതിബിംബിക്കും. അതേപോലെ ഏകവും അദ്വയവുമായ ബ്രഹ്മം കോടിക്കണക്കിന് ജീവരാശികളില് അങ്ങനെ ഞാൻ 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 എന്ന് പ്രതിബിംബിച്ചുകൊണ്ടിരിക്കുന്നു. വാസ്തവത്തിൽ അനേകം ജീവനൊന്നും ഇവിടെ ഇല്ല. ഏകവും അദ്വയവുമായ ബ്രഹ്മം അനേക ജീവനെ പോലെ തോന്നുന്നു. അനേക ജീവനൊന്നുമില്ല. ഒരേ അദ്വയമായ തത്വം അനേക ശരീരങ്ങളിൽ ജീവനായിട്ട് ഞാൻ 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 എന്ന് സ്ഫുരിച്ചു നിൽക്കും. അതാണ് കാശിയിൽ വെച്ച് ചണ്ടാള രൂപത്തിലെ ശിവൻ ശങ്കരാചാര്യസ്വാമികളോട് ചോദിച്ചു, വഴിയിന്ന് മാറിപ്പോവൂ എന്ന് പറഞ്ഞപ്പോ ആ ചണ്ടാളൻ ചോദിച്ച ചോദ്യം അതാണ്. അതില് നല്ല ഭംഗിയായ ഒരു ശ്ലോകം. കിം ഗംഗാംബുനി ബിംബിതേ അംബരമണൗ ചണ്ടാളവാപീപയഃ പൂരേ ച അന്തരമസ്തി കാഞ്ചനഘടീ മൃത്പിണ്ഡയോർവാംബരേ പ്രത്യഗ്വസ്തുനി നിസ്തരംഗ സഹജാനന്ദാവബോധാംബുദോ വിപ്രോയം സ്വപജോയമിത്യപി മഹാൻ കോയം ബിഭേദ ഭ്രമഃ. ഗംഗാംബുനി ബിംബിതേ. ഗംഗാജലത്തില് സൂര്യൻ പ്രതിബിംബിക്കണം. ചണ്ടാളവാപി പയഃപൂരേച്ച. ചണ്ടാളന്റെ ഒരു കുളം ഉണ്ടെങ്കിൽ ആ കുളത്തിലും സൂര്യൻ പ്രതിബിംബിക്കണം. കാഞ്ചനം, സ്വർണം കൊണ്ടുള്ള ഒരു കുടത്തിൽ വെള്ളം വെച്ചാൽ അതിലും സൂര്യൻ പ്രതിബിംബിക്കും. മൃത്പിണ്ഡയോഹോ, മൺചട്ടി കൊണ്ടുള്ള ഒരു മണ്ണ് കൊണ്ടുണ്ടാക്കിയ കുടത്തിൽ വെള്ളം വെച്ചാൽ അതിലും സൂര്യൻ പ്രതിബിംബിക്കും. പക്ഷെ വാസ്തവത്തില് സ്വർണ്ണക്കുടത്തിലുള്ള പ്രതിബിംബ സൂര്യന് വല്ല അഹങ്കാരം. ഞാൻ സ്വർണ്ണക്കുടത്തിലുള്ള സൂര്യനാണ്, ഗംഗാജലത്തിലുള്ള സൂര്യനാണ്, ഇത് ചണ്ടാളന്റെ കുളത്തിലുള്ള സൂര്യനാണ്, എല്ലതും ഉണ്ടോ ഒക്കെ പ്രതിബിംബം. ചണ്ടാളന്റെ കുളത്തിൽ പ്രതിബിംബിച്ചതുകൊണ്ട് ആ സൂര്യന് വല്ല അശുദ്ധി വരാൻ പോണ്ടോ? ഗംഗാജലത്തിൽ പ്രതിബിംബിച്ചതുകൊണ്ട്, ഗംഗയെ സ്പർശിച്ചതുകൊണ്ട് ഞാൻ ഇന്ന് ശുദ്ധമായി എന്ന് സൂര്യന് പറയാമോ? സൂര്യൻ എവിടെയെങ്കിലും ഗംഗയെ സ്പർശിച്ചിട്ടുണ്ടോ? മൺചട്ടിയിൽ പ്രതിബിംബിച്ചതുകൊണ്ട് വല്ല ദോഷം വന്നിട്ടുണ്ടോ? അപ്പൊ ഈ ഉപാധിയുടെ ഉള്ളിൽ കാണുന്നത് വെറും പ്രതിബിംബം എന്നാണ്. ഈ ശരീരത്തിലൊരു പ്രതിബിംബം, ഇവിടെ ഒക്കെ ഓരോ പ്രതിബിംബം. ഓരോ ശരീരവും ഓരോ ചട്ടി. ഓരോ ചട്ടിയിലുമുള്ള വെള്ളം എന്ന് പറയുന്നത് ചിത്തം, മനസ്സാണ്. ഒന്ന് പച്ച നിറത്തിലുള്ള വെള്ളം, ഒന്ന് ചുവപ്പ് നിറത്തിലുള്ള വെള്ളം, ഒന്ന് അഴുക്കായ വെള്ളം, ഒന്ന് ശുദ്ധമായ വെള്ളം. വെള്ളം മാത്രമേ വ്യത്യാസമുള്ളൂ. ആ വെള്ളത്തില് പ്രതിബിംബം, ഒരേ അദ്വയ തത്വം ഞാൻ 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 എന്ന് പ്രതിബിംബിച്ച് നിൽക്കണം. ഇതറിഞ്ഞപ്പോ ആചാര്യസ്വാമികളും അതിനെ പറഞ്ഞുകൊണ്ട് തന്നെയാ സ്തുതിക്കുന്നത്. യാ തിര്യം നരദേവതാഭിരഹമിത്യന്തസ്ഫുടാ ഗൃഹ്യത്തെ യദ്ഭാസാ ഹൃദയാക്ഷദേഹവിഷയാഃ ഭാന്തി സ്വതോ അചേതനാഃ താം ഭാസ്യൈഃ പിഹിതാർക്കമണ്ഡലനിഭാം സ്ഫൂർത്തിം സദാ ഭാവയൻ
യോഗീ നിർവൃതമാനസോ ഹി ഗുരുരിത്യേഷാ മനീഷാ മമ. തിര്യങ് നരദേവതാഭിഹി, പക്ഷികള്, മനുഷ്യൻ, ദേവത മുതലായിട്ടുള്ള എല്ലാരിലും അഹം ഇതി അന്തസ്ഫുടാഗൃഹ്യത്തെ, എല്ലാവരുടെ ഉള്ളിലും ഞാൻ 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 എന്ന രീതിയിൽ സ്ഫുടമായി ഏതൊന്നു ഗ്രഹിക്കപ്പെടുന്നുണ്ടോ, ഏതൊന്നുള്ളതുകൊണ്ട് ജഡമായ ശരീരം, മനസ്സ്, ബുദ്ധി മുതലായിട്ടുള്ളതൊക്കെ ചൈതന്യവത്ത് പോലെ പ്രവർത്തിക്കുന്നുവോ, ഏതൊരു അഹംബോധം ഉള്ളിൽ പ്രകാശിക്കുന്നത് കൊണ്ട്, പ്രതിബിംബിക്കുന്നത് കൊണ്ട് ഇതൊക്കെ ചേതനാവത്ത് പോലെ ചലിക്കുന്നുവോ, വാസ്തവത്തിൽ അത് അഹങ്കാരം കൊണ്ടല്ല ചലിക്കുന്നത്, അത് അനന്തമായ ബ്രഹ്മത്തിന്റെ സാന്നിധ്യത്തിലാണ് ഈ സൃഷ്ടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിന്റെ ഉള്ളിൽ ഒന്ന് ഇരുന്നു കൊണ്ട് ഞാൻ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. താം ഭാക്ഷീഹി പിഹിതാർക്കമണ്ഡലനിഭാം, മേഘങ്ങള് സൂര്യനെ മറയ്ക്കുന്ന പോലെ ഈ ശരീരം, മനസ്സ്, ബുദ്ധിയൊക്കെ കൊച്ചു സാധനമാണെങ്കിലും ബ്രഹ്മത്തിനെ മറച്ചു കളയുന്നു. തിരുവണ്ണാമലയിൽ അരുണാചലത്തിനെ പ്രദക്ഷിണം വയ്ക്കുമ്പോൾ ആദ്യം നമ്മൾ നോക്കുമ്പോൾ ഒരു കൊച്ചു മലയായിട്ട് കണ്ടത് ഒരു ഡയമെൻഷനിൽ മാത്രം കാണുന്നത്. പ്രദക്ഷിണം വയ്ക്കും തോറും അനേക പർവ്വതങ്ങൾ കാണും അതിൻ്റെ ഉള്ളിൽ. 5 പർവ്വതങ്ങൾ, 5 ശിഖരങ്ങൾ, അങ്ങനെ വിസ്താരമായിട്ട് നിൽക്കുന്നത്. അത് ഒരു പൊസിഷനിലെത്തുമ്പോ ചെറിയൊരു മല, വളരെ ചെറിയൊരു പർവ്വതം, അത് വാസ്തവത്തിൽ അരുണാചലമല്ല, അരുണാചലത്തിൽ നിന്ന് കുറച്ച് വിട്ടു നിൽക്കുന്നതാണ്. വളരെ ചെറിയൊരു പർവ്വതം, അതിനെയും ചേർത്തിയാണ് നമ്മൾ പ്രദക്ഷിണം ചെയ്യുന്നത്. ആ ചെറിയ പർവ്വതം ഇത്രയും വലിയ മലയെ മറച്ചു കളയും മുഴുവൻ. ഇതുപോലെയാണ് ബ്രഹ്മത്തിനെ ഈ അജ്ഞാനം മറയ്ക്കുന്നതാണ്. അജ്ഞാനം എന്ന് പറയുന്നത് തുച്ഛം. ഈ തുച്ഛമായ അജ്ഞാനം ആത്മാവിനെ മറച്ചു കളയണു, ദൃഷ്ടിയെ മറച്ചു കളയണം. ഇതാണ് പിഹിതാർക്കമണ്ഡലനിഭാം എന്ന് പറഞ്ഞത്. അത് അജ്ഞാനം മറയ്ക്കുന്നു. ആ അജ്ഞാനം അങ്ങോട്ട് നീങ്ങുമ്പോ ഏകമേവ അദ്വിതീയം എന്നുള്ള ബോധം ഉദിക്കും. ഇപ്പോ ഘടം ജലം, നമ്മളിപ്പോ ആ ഉദാഹരണം വിട്ടു പോണ്ട. ഘടം ജലം, അതിൽ പ്രതിബിംബിച്ചിരിക്കുന്ന അർക്കബിംബം. ബുദ്ധിയുള്ളവൻ എന്ത് ചെയ്യും? അജ്ഞാനി വേണമെങ്കിൽ കരയും, അയ്യോ സൂര്യൻ കുടത്തിൽ വീണുപോയല്ലോ എന്ന് കരയാം, അല്ലെ? സൂര്യൻ, ഇതിലുള്ള കുടത്തിലുള്ള സൂര്യൻ പച്ച നിറം, ഇതിലുള്ള സൂര്യൻ നീല നിറം എന്നൊക്കെ വേണമെങ്കിൽ കുട്ടികൾ പറയുമായിരിക്കും. അറിവുള്ളവൻ എന്തു പറയും? സൂര്യനൊന്നും സംഭവിച്ചിട്ടില്ല, അതായിരിക്കണം എന്ന് ആകാശത്തിലേക്ക് കാണിക്കണ പോലെ ഘടം ജലം തദ്ഗതം അർക്കബിംബം വിഹായ സർവം വിനിരീക്ഷ്യതേ ഹി അർക്കഃ. ഈ ഘടത്തിനെയും ഉപേക്ഷിക്കണു, അതിലുള്ള ജലത്തിനെയും ഉപേക്ഷിക്കണു, അതിൽ പ്രതിബിംബിക്കുന്ന അർക്കബിംബത്തിനെയും ഉപേക്ഷിക്കണു, എന്നിട്ട് യഥാർത്ഥ അർക്കബിംബത്തിനെ നോക്കണു. അതുപോലെ ബുദ്ധിമാനായിട്ടുള്ളവൻ ശരീരത്തിനെയും ഉപേക്ഷിക്കണു, മറക്കണു, മനസ്സിനെയും മറക്കണു, അതിലുള്ള അഹങ്കാരത്തിനെയും മറക്കണു. ഇതിനെയൊക്കെ തള്ളിമാറ്റി അനന്തമായ ആ തത്വത്തിനെ പിടിക്കണം, അതിനെ സ്മരിക്കണം. ഇതാണ് പറയണത്, ഈശ്വര ധ്യാനം, ഭഗവത് ഭക്തി ചെയ്യുമ്പോ നമ്മളെ അതിന്റെ നടുവിൽ കൊണ്ടുവരികയരുത്. ഭഗവാനോട് ഭക്തി ചെയ്യുമ്പോ ഭഗവാൻ മാത്രം, ഭഗവാന്റെ സ്വരൂപ ലക്ഷണങ്ങള്, ഭഗവത് ഗുണങ്ങളെ ഗാനം ചെയ്തുകൊണ്ടേയിരുന്നാ മതി. അതിൽ ഞാൻ ഇല്ലാതായിട്ട് തീരുക. അതിങ്ങനെ ഗാനം ചെയ്ത് അത് ആ ബ്രഹ്മഗുണങ്ങളാണ്, ആ ബ്രഹ്മസ്വരൂപ ലക്ഷണങ്ങൾ ഇങ്ങനെ പറഞ്ഞു അറ്റൻഷൻ മുഴുവൻ അതിലാണ്. അപ്പൊ അറ്റൻഷൻ അതിൽ മാത്രം ആവുമ്പോ എന്താവും? ഘടം ജലം തത്കഥം അർക്കബിംബം. കുടത്തിനെയും അതിലുള്ള വെള്ളത്തിനെയും അതിലുള്ള പ്രതിബിംബത്തിനെയും ഒക്കെ ഉപേക്ഷിച്ച് സൂര്യനെ കാണുന്ന പോലെ ശരീരത്തിനെ മറന്നു, മനസ്സിനെ മറന്നു, എന്നെയെ മറന്നു. വ്യക്തിത്വമേ ഇല്ല, വ്യക്തിത്വത്തിന്റെ പിടിയെ വിട്ടുപോയി. അവിടെ ആ സർവേശ്വരൻ മാത്രം. ഈശാവാസ്യമിതം സർവം, ഈശ്വരൻ മാത്രം. ഈശ്വരനല്ലാതെ വേറെ ഒന്നുമില്ല, വേറെ ഒന്നിനും അവിടെ സ്ഥാനമില്ല. അപ്പോ ഏകഃ
ഏകമായ ആ തത്വം മാത്രം പ്രകാശിക്കുന്നു. സനിത്യോപലബ്ധി സ്വരൂപോഹമാത്മ. അങ്ങനെ പ്രകാശിക്കുന്ന അദ്വയമായ തത്വസ്വരൂപമായ ആത്മാവാണ് ഞാൻ. അതിശുദ്ധനായ ചേതനനാണ് ഞാൻ, ചൈതന്യമാണ്. കൊണ്ടുള്ള ശ്ലോകങ്ങള് നാളെ കാണാം. ഓം ശുദ്ധ ചൈതന്യ സ്വരൂപമായ ആത്മാവാണ് ഞാൻ, അല്ലാതെ ജീവനല്ല, അഹങ്കാരമല്ല. ഇതാണ് 9ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്. ജീവൻ എന്ന് പറയുന്നത് വെറും ഒരു തോന്നൽ, കൽപ്പനയാണ്. ജീവൻ എന്നുള്ളത് വെറും ഒരു ഭ്രമം. വാസ്തവത്തിലുള്ളത് ശുദ്ധമായ ചൈതന്യം. ആ ചൈതന്യത്തിൽ ജീവൻ എന്നുള്ളത് വാസനകൾ കൊണ്ട് തോന്നണതാണ്. ശുദ്ധമായ ആ ബോധവസ്തു, അതാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം. അല്ലാതെ പ്രതിബിംബം മാത്രമായ ജീവൻ ഞാനല്ല. ഇതാണ് 9ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്. എത്ര ഗംഭീരമായ ഉദ്ഘോഷമാണ്. നോക്കാം, സത്യദർശനം, ആ സത്യത്തിനെ ദർശിച്ചവരുടെ വാക്കുകൾ. അതിഗംഭീരം ഭാവയാഥാത്മ്യം മുക്തിനിബന്ധനം ആഗമമന്തരേണ ഉത്പ്രേക്ഷിട്ടുമപി ന ശക്യം. ശങ്കരാചാര്യസ്വാമികളുടെ വാക്കാണ്. ശങ്കരാചാര്യർ പറയണു, അതിഗംഭീരം ഭാവയാഥാത്മ്യം എന്നാണ്. അതിഗംഭീരമായ ആത്മാവിന്റെ സത്യത്വം ഇതുപോലെയുള്ള ജ്ഞാനികളുടെ വാക്കുകൾ കേൾക്കാതെ ഉത്പ്രേക്ഷിതുമപി ന ശക്യം, ഊഹിക്കാൻ പോലും സാധിക്കില്ല. അവരുടെ വാക്കുകൾ കേൾക്കുമ്പോഴാണ് അതിന്റെ ഗാംഭീര്യം നമ്മൾക്ക് അല്പമെങ്കിലും ഊഹിക്കാൻ കഴിയുക. ഈ സത്യം അറിഞ്ഞിട്ട് ശേഷിക്കുന്ന ആയുസ് എങ്ങനെ കഴിച്ചാലും സുഖമാണ്. വസിഷ്ഠ മഹർഷി ശ്രീരാമന് തത്വോപദേശം ചെയ്യുമ്പോൾ വസിഷ്ഠൻ പറയണത്, ഹേ രാമ, ഈ സത്യത്തിനെ അറിഞ്ഞിട്ട് നീയിപ്പോ ഒരുപക്ഷെ വേറെ ഒന്നും ഒരു വകയുമില്ലെങ്കിൽ ചണ്ടാളത്തെരുവിൽ ചെന്നിട്ട് ഭിക്ഷയെടുത്ത് ജീവിച്ചാൽ പോലും ശ്രേഷ്ഠം. പക്ഷെ ഈ സത്യം അറിയാതെ ചക്രവർത്തിയായിരിക്കുന്നത് അതിനേക്കാളും മോശമാണ്, തുച്ഛമാണ്. വരം ശരാവഹസ്തസ്യ ചണ്ടാളാകാരവീഥിഷു ഭിക്ഷാർത്ഥമടനം രാമ ന മൗർഖ്യഹത ജീവിതം. മൂർഖത കൊണ്ട്, അജ്ഞാനം കൊണ്ട് ദുരിതപൂർണമായ ജീവിതം. എല്ലാ ദുരിതങ്ങൾക്കും മൂലകാരണം അജ്ഞാനമാണ്. ആയുർവേദം എല്ലാ വ്യാധികൾക്കും മൂലകാരണം 3ആയിട്ട് തിരിച്ചു: കഫം, വാതം, പിത്തം. വേദാന്തം എല്ലാ കുഴപ്പങ്ങൾക്കും ഒരേ ഒരു കാരണത്തിനെ കണ്ടുപിടിച്ചു: അജ്ഞാനം. തന്നെ അറിയായ്മ, തന്റെ യഥാർത്ഥ സ്വരൂപം എന്താണ് എന്നുള്ളത് അറിയാത്ത ഒരേ ഒരു ദോഷമേ ഉള്ളൂ. ആ ഒരു ദോഷത്തിൽ നിന്നാണ് ബാക്കി ഒക്കെ തന്നെ മുളച്ചു പൊന്തണത്. അപ്പോ ഇവിടെ വസിഷ്ഠൻ പറയണത്, ശരാവഹസ്തസ്യ, ശരാവെന്ന് വെച്ചാൽ ചട്ടി കയ്യിൽ പിടിച്ചുകൊണ്ട് ചണ്ടാളാകാര വീതിഷു ഭിക്ഷാർത്ഥമടനം. എവിടെയെങ്കിലുമൊക്കെ സ്ലംസിലൊക്കെ ചെന്നിട്ട് ഭിക്ഷയെടുത്തുകൊണ്ട് ജീവിച്ചാലും വേണ്ടില്ല. ന മൗർഖ്യഹത ജീവിതം, മൂർഖനായിട്ട് ജീവിക്കരുതെന്ന്, അജ്ഞാനിയായിട്ട് ജീവിക്കരുത്. തമിഴിൽ പട്ടണത്താരുടെ കഥ. വലിയ ജമീന്ദാറായിരുന്നു, രത്നവ്യാപാരി. രാജാവിനെ ഇടയ്ക്കിടയ്ക്ക് കൊട്ടാരത്തിൽ കാണാനായിട്ട് പോകും. കൊട്ടാരത്തിലേക്ക് വേണ്ട രത്നങ്ങളൊക്കെ അദ്ദേഹമാണ് കൊണ്ടുകൊടുക്കുക. അങ്ങനെയുള്ള ആൾക്കൊരു ദിവസം പെട്ടെന്ന് വൈരാഗ്യം വന്നു. കഥ പറയണത്, അദ്ദേഹത്തിനൊരു പുത്രൻ ഉണ്ടായിരുന്നു. 13 വയസ്സായപ്പോൾ ഒരു ദിവസം പുത്രൻ മറഞ്ഞുപോയി.
പോകുമ്പോ അമ്മയുടെ കയ്യിലൊരു കൊച്ചു പെട്ടി കൊടുത്തിട്ട് പോയി. ആ പെട്ടി തുറന്നു നോക്കിയപ്പോൾ പൊട്ടിപ്പോയ ഒരു സൂചി. ആ പൊട്ടിപ്പോയ സൂചിയോടുകൂടെ ഒരു പാട്ട് എഴുതി വെച്ചിരുന്നു. ഈ പൊട്ടിപ്പോയ സൂചി പോലും നിങ്ങൾക്ക് മരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ആ പുത്രൻ മറഞ്ഞുപോയി. സാക്ഷാത് ഈശ്വരൻ തന്നെയാണ് തനിക്ക് ആ പുത്രരൂപിയായിട്ട് വന്ന് വൈരാഗ്യത്തിന് കാരണമായി തീർന്ന. അപ്പൊ തന്നെ അദ്ദേഹം ആ വ്യാപാരവും മറ്റുമൊക്കെ ഉപേക്ഷിച്ച് അടുത്ത് എവിടെയോ ഒരു ഇടിഞ്ഞു പൊളിഞ്ഞൊരു കെട്ടിടത്തില് കൗപീനമാത്രധാരിയായിട്ടിരിക്കുകയാണ്. ഒരു കോണകം എടുത്തിരിക്കുകയാണ്. അപ്പോഴാണ് രാജാവിന് ഈ വർത്തമാനം കിട്ടി. അദ്ദേഹം ഒക്കെ ഉപേക്ഷിച്ചിട്ട് ഭ്രാന്ത് പോലെ അവിടെ വസ്ത്രം പോലും ഇല്ലാതെ ഇരിക്കണു എന്നറിഞ്ഞപ്പോൾ രാജാവ് അദ്ദേഹത്തിനെ കാണാൻ വരികയാണ്. അദ്ദേഹത്തിന് ഇത്രകാലം രാജാവിന് രത്നം കൊടുത്തിരുന്ന ആളാണ്. കാണാൻ വന്ന് രാജാവ് വന്നപ്പോഴും ഇദ്ദേഹം ഒന്നും ഗൗനിച്ചില്ല. സുഖമായി കാൽമേൽ കാലിട്ട് അവിടെ ഇരിക്കുകയാണ്. അപ്പൊ രാജാവ് മുമ്പിൽ വന്ന് തൊഴുതുകൊണ്ട് നിന്നു. എന്നിട്ട് ചോദിച്ചു, അങ്ങ് എന്താണ് ഇങ്ങനെ എല്ലാം ഉപേക്ഷിച്ചിട്ട് വന്നത്? ഒന്നും മിണ്ടിയില്ല. ഇത്ര വലിയ കൊട്ടാരവും ഇത്രയും ധനസമൃദ്ധിയും ഒക്കെ ഉപേക്ഷിച്ച് ഇങ്ങനെ കൗപീനമാത്രധാരിയായിട്ടിരുന്നിട്ട് അങ്ങക്ക് എന്ത് കിട്ടി? எல்லாத்தையும் விட்டுட்டு வந்துட்டே உங்களுக்கு என்ன கிடைச்சது? நீ நிற்க நான் இருக்க. അതായത് ഇത്രകാലം കൊട്ടാരത്തിൽ വന്നിട്ട് ഞാൻ ഇങ്ങനെ നിൽക്കും. രാജാവല്ലേ, രാജാവിന്റെ അടുത്ത് കാര്യം നടക്കാൻ വേണ്ടിയിട്ട് രത്നക്കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്ന് നിൽക്കും. ഇപ്പോ അവസ്ഥ മാറിയില്ലേ? ഞാൻ സുഖമായിട്ടിരിക്കണു, രാജാവ് നിൽക്കണു, തൊഴുതുകൊണ്ട് നിൽക്കണു. അപ്പോ അതിനർത്ഥം ആ ഗൗരവമല്ല, ആർക്കും അടിമയല്ലാത്ത അവസ്ഥ, പരിപൂർണ സ്വാതന്ത്ര്യം ഈ സത്യദർശികൾക്കുണ്ടാവും. പരിപൂർണമായ സ്വാതന്ത്ര്യം. അഹങ്കാരമാണ് എല്ലാവിധ ദുഃഖങ്ങളെയും ഉണ്ടാക്കുന്നത്. അഹങ്കാരമാണ് പല വിധത്തിലുള്ള അടിമത്വം നമുക്ക് ഉണ്ടാക്കി തീർക്കുന്നത് ലോകത്തിൽ. ഈ അഹങ്കാരം നിശേഷം അങ്ങോട്ട് ഒഴിഞ്ഞാൽ ബാക്കി എന്തുണ്ടോ അത് പരിപൂർണ വസ്തു. ശാന്തിയാണ് അതിന്റെ സ്വരൂപം, ആനന്ദമാണ് അതിന്റെ സ്വരൂപം. ശുദ്ധചേതാഹ, ശുദ്ധ ചൈതന്യസ്വരൂപം എന്നാണ്. ആ ശുദ്ധ ചൈതന്യസ്വരൂപമായ നിത്യോപലബ്ധി സ്വരൂപോഹമാത്മാ, എപ്പവും പ്രകാശിക്കുന്നതായ, മറഞ്ഞിട്ടേ ഇല്ല എന്നാണ് അഷ്ടാമലകൻ പറയുന്നത്. നമ്മളാണെങ്കിൽ കാണുന്നില്ല. എങ്ങനെ സാക്ഷാത്കരിക്കണം, എങ്ങനെ മെഡിറ്റേഷൻ ചെയ്യണം എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കണം. എന്നാൽ സത്യത്തിനെ കണ്ടുപോയ അഷ്ടാമലകൻ പറയണു, അതല്ലാതെ വേറെ ഒന്നുമില്ല. എവിടെ നോക്കിയാലും എങ്ങനെ നോക്കിയാലും അതിനെയാണ് കാണുന്നത്. അതാണ് ഞാൻ. ഈ മോഡേൺ പെയിന്റിങ്സ് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം. അവര് ചിലപ്പോ പറയും, ഒരു പെയിന്റിങ്, അതില് ഒരാൾ കുതിരപ്പുറത്ത് വാളും പിടിച്ചിരിക്കുന്നതായിട്ട് ഉള്ള പെയിന്റിംഗ് ആണെന്ന് പറയും. നമുക്ക് നോക്കിയിട്ട് തോന്നണത് ആരോ വെറ്റല ഇട്ടിട്ട് തുപ്പിയ പോലെയാ തോന്നുക. ക്യാൻവാസിൽ ഒന്നും പിടിയിട്ടില്ല. ഒക്കെ അരച്ച് തേച്ച് എങ്ങനെ നോക്കിയാലും പിടിയിട്ടില്ല. 2-3 ദിവസം അങ്ങനെ നോക്കി ഇങ്ങനെ നോക്കി. ഇവർ പറയണതാ കാണുന്നില്ല, ഇത് അവിടെ നോക്കുക, കുതിരയുടെ കാല്, കുതിരയുടെ കൊമ്പ്, വാള് നമുക്ക് കാണുകയില്ല. പക്ഷെ പലമുറ അങ്ങോട്ടും ഒക്കെ നോക്കിയിട്ട് ഒരു ഡയറക്ഷനിൽ എന്നെങ്കിലും ഒരിക്കൽ അത് കണ്ടാൽ അപ്പൊ ക്ലിയർ ആയിട്ട് കാണും. കുതിരയിലെ ഒരാൾ വാള് പിടിച്ചിരിക്കുന്നത് ഏതോ ഒരു ഡയറക്ഷനിൽ നോക്കിയാൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ നോക്കിയാലും അതേ കാണുള്ളൂ. ഒരിക്കൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ നോക്കിയാലും അതേ കാണുള്ളൂ. ഇതുപോലെ സത്യത്തിനെ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ദൃഷ്ടി ജ്ഞാനമയമാവും. ദൃഷ്ടി ജ്ഞാനമയമായാൽ സർവം ബ്രഹ്മമയം. ദൃഷ്ടിം ജ്ഞാനമയീം കൃത്വ പശ്യേത് ബ്രഹ്മമയം ജഗത്. അങ്ങനെ കണ്ടുപോയി. അതുകൊണ്ടാണ് നിത്യോപലബ്ധി സ്വരൂപോഹം ആത്മാ, ഞാൻ എപ്പോഴും പ്രകാശിക്കുന്ന ആത്മവസ്തുവാണ്. ജനനം, മരണം, സുഖം, ദുഃഖം
വ്യാധി മുതലായിട്ടുള്ളതൊക്കെ തന്നെ ശരീരത്തിനാണ്. ശരീരം ഞാനല്ല, മനസ്സ് ഞാനല്ല, ബുദ്ധി ഞാനല്ല, അഹങ്കാരം ഞാനല്ല. ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ഇതാണ് അഷ്ടാമലകന്റെ പ്രഖ്യാപനം. അടുത്ത ശ്ലോകത്തില് അനേക ശരീരങ്ങളിൽ ഏകവും അദ്വയവുമായ ഈ തത്വം ഒരേ സമയം എങ്ങനെ പ്രകാശിക്കുന്നു? ഏകവും അദ്വയവുമായ ഈ തത്വം അനേകം ബുദ്ധികളെ, അനേകം ചിത്തങ്ങളെ ഒരേ സമയം എങ്ങനെ സ്വസാന്നിധ്യം കൊണ്ട് ചലിപ്പിക്കുന്നു? ഇതാണ് അടുത്ത ശ്ലോകം. അടുത്തത് 9ാമത്തെ ശ്ലോകം. യഥാനേക ചക്ഷുപ്രകാശോരവിർന്ന ക്രമേണ പ്രകാശീകരോതി പ്രകാശം അനേകാധിയോ യസ്തഥൈക പ്രബോധഃ സ നിത്യോപലബ്ധി സ്വരൂപോഹമാത്മാ. യഥാ അനേകചക്ഷുപ്രകാശഃ രവിഃ ന ക്രമേണ പ്രകാശീകരോതി പ്രകാശം അനേകാധിയഃ യഃ തഥൈക പ്രബോധഃ സ നിത്യോപലബ്ധി സ്വരൂപോഹമാത്മാ. യഥാ എങ്ങനെ അനേകചക്ഷുപ്രകാശഃ രവിഃ, അനേകം കണ്ണുകളെ പ്രകാശിപ്പിക്കുന്ന രവി. ആ അർത്ഥത്തിലാണ് ഇവിടെ. ശ്ലോകം ഒരു പ്രത്യേക ഘടനയാണ്. അനേകചക്ഷുപ്രകാശഃ രവിഃ, അനേകം കണ്ണുകളാൽ കാണപ്പെടുന്ന രവി എന്നും അർത്ഥമെടുക്കാം. അനേകം കണ്ണുകളെ പ്രകാശിപ്പിക്കുന്ന സൂര്യൻ എന്നും അർത്ഥമെടുക്കാം. സൂര്യൻ അനേകം കണ്ണുകൾക്ക് ഒരേ സമയം നിന്ന് പ്രകാശം കൊടുത്തുകൊണ്ടിരിക്കുന്നു. സൂര്യൻ ഉദിക്കുമ്പോൾ എല്ലാവരും ചലിക്കുന്നു, കാണുന്നു. തഥാ അതേപോലെ യഹ യാതൊരുവൻ അനേകാഹ ധിയഃ, അനേകം ചിത്തങ്ങളെ ഏകഃ ഒരുവനായി പ്രബോധഃ ബോധനം ചെയ്യുന്നു. ഒരേ സത്യവസ്തു അനേകം ബുദ്ധികളെ ഒരേ ക്ഷണത്തില് പ്രകാശിപ്പിക്കുന്നു. എല്ലാ ശരീരത്തിലും ഞാൻ ഞാൻ എന്നുള്ള പ്രതിബിംബം ഉണ്ട്. പക്ഷെ ആ പ്രതിബിംബത്തിനൊക്കെ ആശ്രയമായ ബിംബചൈതന്യം ഏകമാണ്, അദ്വയമാണ്. അതിന്റെ സാന്നിധ്യത്തില് എല്ലാ ശരീരവും ഞാൻ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഈ ഞാൻ എന്നുള്ള അഹങ്കാരത്തിന് മൂലമായ വസ്തു ഏകമേവ അദ്വിതീയം. ഇതാണ് ഉപനിഷത്തിന് വീണ്ടും വീണ്ടും പറയാനുള്ള ഒരു കാര്യം. ഏകമേവ അദ്വിതീയം നേഹ നാനാസ്തി കിഞ്ചന. ഓരോ വാക്കും ഉറപ്പിക്കുകയാണ് ശ്രുതി. ഏകം ഏവ അദ്വിതീയം നേഹ നാനാസ്തി കിഞ്ചന. ഇവിടെ ഏകം ഒന്നേ ഉള്ളൂ. ഏവ എന്ന് വെച്ചാൽ ഉറപ്പിക്കുകയാണ്. ഇവിടെ വസ്തു ഒന്നേ ഉള്ളൂ. അദ്വിതീയം രണ്ടില്ല. നേഹ നാനാസ്തി കിഞ്ചന ന ഇഹ. ഇഹ എന്ന് വെച്ചാൽ ഇവിടെ നാനാത്വം കിഞ്ചന അപിനാസ്തി. കുറച്ചുപോലും അല്പം പോലും ഇവിടെ നാനാത്വം ഇല്ല തന്നെ. വസ്തു അതൊന്നു മാത്രമേ ഉള്ളൂ. ഇതറിഞ്ഞാൽ പിന്നെ ഏകാന്തം എന്ന് പറയുന്നത് അതാണ് അത്രേ വാസ്തവത്തിൽ ഏകാന്തം. അല്ലെങ്കിൽ കാട്ടിൽ പോയി ഇരുന്നാലും ഏകാന്തതയൊന്നുമില്ല. കാട്ടിൽ ചെന്നിരുന്നാലും നമ്മളുടേതായ ഒരു സംസാരം ഉണ്ടാക്കിയെടുക്കും എവിടെ ചെന്നാലും. ജനക മഹാരാജാവ് അരമനയിലിരിക്കുമ്പോൾ ചില സന്യാസികൾ അദ്ദേഹത്തിനെ കാണാൻ ചെന്നു. അപ്പൊ അവർക്ക് സംശയം, അങ്ങ് ജ്ഞാനിയാണോ എന്നൊക്കെ പറയണു, അങ്ങ് അറിയേണ്ട തത്വം അറിഞ്ഞവനാണെന്ന് എല്ലാവരും പറയണു. പക്ഷെ അങ്ങക്ക് എങ്ങനെയാ ഈ കൊട്ടാരത്തിൽ ഇരുന്നു കൊണ്ട് ഇത്രയും രാജ്യകാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അങ്ങേക്ക് എങ്ങനെ ശാന്തമായിട്ട് ഇരിക്കാൻ കഴിയണു എന്ന് ചോദിച്ചു. അപ്പൊ ജനകം പറഞ്ഞു, ഞാനെവിടെ കൊട്ടാരത്തിലിരിക്കുന്നു, ഞാനെവിടെ ജനമധ്യത്തിലിരിക്കുന്നു, ഞാൻ ജനമധ്യത്തിലും കൊട്ടാരത്തിലും ഒന്നുമല്ല. അഹോ ജനസമൂഹേതി. ജനകൻ തന്നെ തന്റെ അവസ്ഥയെ ഒന്ന്
വിട്ടുമാറി നിന്നുകൊണ്ട് നോക്കുകയാണോ എന്ന് തോന്നുന്നു. എന്നിട്ട് ജനകൻ പറയണു, അഹോ ആശ്ചര്യം. എന്തിന്റെ ആശ്ചര്യം എന്ന് ചോദിച്ചാൽ ജ്ഞാന വൈഭവം, ആത്മജ്ഞാനത്തിന്റെ വൈഭവം. എന്താ ആ വൈഭവം എന്ന് ചോദിച്ചാൽ ജനസമൂഹേപി, ഈ ജനസമൂഹത്തിന്റെ സമുദ്രത്തിന്റെ നടുവിലും അദ്വൈതം പശ്യതോ മമ, അദ്വൈതം കാണുന്ന എനിക്ക് അരണ്യമിവ സംവൃത്തം പരതിം കരവാണ്യഹം, അരണ്യം പോലെ ആയിരിക്കുന്നു എന്നാണ്, കാടുപോലെ ആയിരിക്കുന്നു. കാട്ടില്, യഥാർത്ഥത്തിൽ കാട്ടില് ഏകാന്തമായി രമിച്ചിരിക്കുന്ന ഒരുത്തന് എന്തൊരു സുഖമോ ആ സുഖമാണ് ഈ ജനസമുദ്രത്തിന്റെ നടുവിലും ഞാൻ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നെ ഇതൊന്നും ബാധിക്കുന്നില്ല. അപ്പൊ എന്താ അതിന്റെ രഹസ്യം എന്ന് ചോദിച്ചാൽ ജനകൻ പറയണു, എന്താണ് ഏകാന്തസ്ഥിതി? ഏകാന്തസ്ഥിതിക്ക് ഒരു ഡെഫിനിഷൻ. ഏകാന്തം എന്ന് വെച്ചാൽ എന്താണ് എന്ന് വെച്ചാൽ സോളിറ്റ്യൂഡ്. കാട്ടിലൊന്നുമില്ല. ഇംഗ്ലീഷിൽ ഏതോ ഒരു കവി കോളേജിൽ പഠിക്കുമ്പോൾ ആ കവിത പഠിച്ച ഓർമ്മ വരുന്നുണ്ട്. സോളിറ്റ്യൂഡിനെ കുറിച്ചാണ് അദ്ദേഹം എഴുതുകയാണ്. ഈ സോളിറ്റ്യൂഡിൽ ഒരു സുഖവും കാണാനില്ലല്ലോ, എല്ലാവരും ഏകാന്തത്തിൽ സുഖമുണ്ടെന്ന് പറയണു, എനിക്കാണെങ്കിൽ ഇത് വളരെയധികം വിഷമമായിട്ടാ തോന്നണതെന്നൊക്കെ പറഞ്ഞ ഒരു കവിതയുണ്ട്. അതിനർത്ഥം ഉള്ളിൽ ഏകാന്തത ഇല്ലാത്തവർക്ക് പുറത്തുള്ള ഏകാന്തതയൊന്നും രുചിക്കാൻ പറ്റില്ല. ഉള്ളിൽ അദ്വൈതമുള്ളവന് ജനസമൂഹത്തിലും ഏകാന്തതയാണ്. ഏകാന്തം എന്താണെന്നുള്ള ഡെഫിനിഷൻ പറയണു, ഏകമേവ അദ്വിതീയം ഇതി ഗുരുവാക്യൈ സുനിശ്ചിതം ഏതദേകാന്തമിത്യുക്തം ന മഠോ ന വനാന്തരം. മഠത്തിലോ വനാന്തരത്തിലോ അല്ല ഏകാന്തം. ഒരു മഠത്തിൽ പോയി ഇരുന്നത് കൊണ്ടോ കാട്ടിൻ്റെ ഉള്ളിൽ പോയി ഇരുന്നത് കൊണ്ടോ ഏകാന്തസ്ഥിതി ആയില്ല. പിന്നെയോ ഏകമേവ അദ്വിതീയം, വസ്തു ഒന്നേ ഉള്ളൂ എന്ന് ഗുരുവാക്യൈ സുനിശ്ചിതം, തത്വജ്ഞാനിയായ ഒരു ഗുരുവിൽ നിന്നും കേട്ടും നല്ല നിശ്ചയം ആർക്കുണ്ടോ അവന്റെ അവസ്ഥയാണ് ഏകാന്തസ്ഥിതി. അവൻ എവിടെ ഇരുന്നാലും, എത്ര ആയിരം പേരുടെ നടുവിലിരുന്നാലും അയാൾ ഒന്നുകൊണ്ടും ബാധിക്കപ്പെടില്ല. സമുദ്രത്തിനുള്ളിൽ സമുദ്രം മാത്രമേ ഉള്ളൂ. അതിൽ അല പൊന്തട്ടെ, കുമളകൾ വരട്ടെ, നൊരയും പതയും ഒക്കെ കാണട്ടെ, ഒക്കെ ജലം മാത്രമാണ് എന്നറിയണ പോലെ ആയിരക്കണക്കിന് ജനങ്ങളുടെ നടുവിലിരുന്നാൽ ഇവരൊക്കെ തന്നെ ആ പരബ്രഹ്മ സമുദ്രത്തിൽ ഉണ്ടാകുന്ന കുറെ കുമളകളും അലകളുമാണ്. ഇത് പൊന്തും അസ്തമിക്കും, പൊന്തും അസ്തമിക്കും. ഒരല പൊന്തുമ്പോൾ സന്തോഷിക്കാനോ അല അസ്തമിക്കുമ്പോൾ കരയാനോ ഒന്നുമില്ല. അതുപോലെ ഈ പ്രപഞ്ചത്തിൽ എത്ര ജനനമുണ്ടാവട്ടെ, മരണമുണ്ടാവട്ടെ, സന്തോഷിക്കാനുമില്ല, സന്താപിക്കാനുമില്ല. ഇതൊരല പൊന്തുന്നു, അല നിൽക്കണു, അല അസ്തമിക്കണു, അത്രയേ ഉള്ളൂ. ഇവിടെ വസ്തു ഒന്നേ ഉള്ളൂ. ആ വസ്തുവിനൊന്നും സംഭവിക്കുന്നില്ല. ആ വസ്തുവിൽ ജനകൻ എന്നിട്ട് പറയണത്, ആ വസ്തുവാണ് ഞാൻ. എന്നിൽ അനേകം പ്രപഞ്ചങ്ങൾ, അനേകം ബ്രഹ്മാണ്ടങ്ങൾ ഓരോ ക്ഷണവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, നിന്നുകൊണ്ടിരിക്കുന്നു, അസ്തമിക്കുന്നു. അഹോ മൈ അനന്ത സുഖംബോധൗ ബഹുധാ വിശ്വവീചയ ഉദേതി അസ്തമായാതി നമേ വൃദ്ധി നമേ ക്ഷയ. മൈ അനന്ത സുഖാംബോധൗ. തന്നെക്കുറിച്ച് ജനകൻ പറയണത്, ഞാൻ അനന്ത സുഖാംബുധി. സുഖാംബുധി എന്ന് വെച്ചാൽ സുഖസമുദ്രം, സുഖമേ സ്വരൂപമായിട്ടുള്ള ഒരു സമുദ്രമാണ് ഞാൻ. ആ എന്നിൽ ബഹുധാ വിശ്വവീചയ, അനേകം പ്രപഞ്ചങ്ങളാകുന്ന അലകൾ, വീചികൾ, റിപ്പിൾസ്, ബഹുധാ വിശ്വവീചയ ഉദേതി, പൊന്തുന്നു, അസ്തമായാതി, ഇല്ലാതാവണു. പക്ഷേ എത്ര വിശ്വം സൃഷ്ടിക്കപ്പെട്ടാലും അസ്തമിച്ചാലും നമേ വൃദ്ധി, എനിക്കതുകൊണ്ട് വൃദ്ധിയോ ക്ഷയമോ ഒന്നും തന്നെ ഇല്ല. ഇതുകൊണ്ടൊന്നും ഞാൻ ബാധിക്കപ്പെടുന്നേയില്ല. ഇതാണ് ജനകന്റെ അവസ്ഥിതി. അപ്പോ ഊഹിച്ചു നോക്കാം, ചക്രവർത്തി പദത്തിൽ ഇരുന്നു കൊണ്ട് ആ മഹാരാജാവ് ബ്രഹ്മനിഷ്ഠനായിട്ടിരുന്നു. ചക്രവർത്തി പദത്തിൽ ഇരുന്നുകൊണ്ട് ആ രാജാവ് ഈ അസ്താമലകനെ പോലെ തന്നെ പറയുന്നു. ജ്ഞാനികൾക്കൊരു വ്യത്യാസവുമില്ല. അസ്താമലകന് ഇങ്ങനെ ഒരു പ്രാരബ്ധം, ജനകന് അങ്ങനെ ഒരു പ്രാരബ്ധം.
ശങ്കരാചാര്യർക്ക് ഈ രീതിയിലൊരു പ്രാരബ്ധം. ഇനിയിപ്പം നമ്മൾ ആരെങ്കിലുമൊക്കെ അറിഞ്ഞാലും വ്യത്യാസമൊന്നും വരില്ല, പേടിക്കണ്ട. അടുക്കളയിൽ പണിയെടുത്തുകൊണ്ടേയിരിക്കാം. അങ്ങനെ ഒരു പ്രാരബ്ധം. യാതൊരു വ്യത്യാസവുമില്ല. ജ്ഞാനികൾക്ക് തമ്മിൽ ഭേദമേയില്ല. യാതൊരു ഭേദവുമില്ല. യാതൊരു ഭേദവുമില്ല. ശരീരത്തിലെ ഭേദമുള്ളൂ. അത് പുറമേക്ക് കാണുന്നവനാണ് ഇവനും അവനും തമ്മിൽ ഭേദം കാണുന്നത്. വാസ്തവത്തിൽ ജ്ഞാനം ഏകമേവ, ഒരേ വസ്തുവേ ഉള്ളൂ എന്ന് നല്ല ഉറപ്പാണ് ജ്ഞാനത്തിന്റെ ലക്ഷണം. ആ ഉറപ്പിലാണ് അഷ്ടാമലകൻ ഈ ഗാനം ചെയ്തത്. അടുത്ത ശ്ലോകം 10. വിവസ്വത് പ്രഭാതം യഥാ രൂപമക്ഷം പ്രഗൃഹാതി നാഭാതമേവം വിവസ്വാൻ യഥാഭാത ആഭാസയത്യക്ഷമേകഃ സ നിത്യോപലബ്ധിസ്വരൂപോഹമാത്മാ. യഥാ അക്ഷം, അക്ഷം എന്ന് വെച്ചാൽ കണ്ണ് എന്നർത്ഥം. പ്രത്യക്ഷം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. പ്രത്യക്ഷം എന്ന് വെച്ചാൽ അക്ഷം പ്രതി, അക്ഷത്തിന് മുമ്പിൽ നിൽക്കുന്നത് എന്നർത്ഥം. ഇന്ദ്രിയങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്നതിനെയാണ് പ്രത്യക്ഷം, പരോക്ഷം, അപരോക്ഷം എന്നൊക്കെ പറയണത്. എല്ലാത്തിലും അക്ഷം. അക്ഷം എന്ന് വെച്ചാൽ കണ്ണ്, ഇന്ദ്രിയങ്ങൾ എന്നർത്ഥം. അപ്പോ യഥാ അക്ഷം, അക്ഷം എന്ന് വെച്ചാൽ കണ്ണ്. വിവസ്വപ്രഭാതം, ഇവിടെ വിവസ്വത് പ്രഭാതം എന്നുള്ളത് പ്രിന്റിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. വിവസ്വപ്രഭാതം എന്നാണ് ഇട്ടിരിക്കുന്നത്. വിവസ്വത് പ്രഭാതം, സൂര്യനാൽ പ്രകാശിക്കപ്പെട്ടത്. സൂര്യൻ പ്രകാശിക്കുമ്പോഴാണ് കണ്ണ് വസ്തുക്കളെ ഗ്രഹിക്കുന്നത്. സൂര്യന്റെ തന്നെ ഒരു അംശമാണ് നമ്മളുടെ ഒക്കെ കണ്ണ് എന്ന് പറയുന്നത്. വാസ്തവത്തിൽ സൂര്യൻ തന്നെയാണ് കണ്ണായിട്ട് നമ്മളുടെ ശരീരത്തിൽ ഇരിക്കുന്നത് എന്നാണ്. വിവസ്വത് പ്രഭാതം യഥാ രൂപം പ്രഗൃഹാതി. അപ്പോ രൂപങ്ങളെയൊക്കെ കാണുന്നു. പിന്നെ ആഭാതം, സൂര്യൻ ഇല്ലെങ്കിലോ ഇരുട്ടാണെങ്കിലോ കണ്ണിന് കാണാൻ പറ്റില്ല. പിന്നെ ആഭാതം ഏവം വിവസ്വാൻ യഥാഭാത ആഭാസയതി അക്ഷം. എന്നാൽ സൂര്യൻ എങ്ങനെ പ്രകാശിക്കണു? സൂര്യന്റെ ഉള്ളിലിരുന്ന് സൂര്യനെ ആരോ പ്രകാശിപ്പിക്കുന്നുവല്ലോ എന്ന് അഷ്ടാമലകൻ പറയുന്നത്. സ നിത്യോപലബ്ധി സ്വരൂപോഹമാത്മ. ആ സൂര്യനെ പ്രകാശിപ്പിക്കുന്ന ആത്മവസ്തുവാണ് ഞാൻ. സൂര്യന്റെ ഉള്ളിലിരുന്ന് സൂര്യനെ ജ്വലിപ്പിക്കുന്ന ദിവ്യ ചൈതന്യമാണ് ഞാൻ. ദിവ്യമായ ബോധവസ്തുവാണ് ഞാൻ. ഞാനുള്ളത് കൊണ്ടാണ് സൂര്യൻ പ്രകാശിക്കുന്നത്. ഏകശ്ലോകി എന്നൊരു ശങ്കരാചാര്യരുടെ കൃതിയുണ്ട്. അത് ഈ ദിഗ്വിജയ സമയത്ത് ഒരു അഗ്രഹാരത്തില് ഒരു വൃദ്ധബ്രാഹ്മണൻ ആചാര്യരോട് ചോദിക്കുന്നതായിട്ടാണ്. ആ വൃദ്ധബ്രാഹ്മണൻ ആചാര്യരോട് ചോദിച്ചു, എനിക്ക് വളരെ വയസ്സായിരിക്കുന്നു, എളുപ്പത്തിൽ ജ്ഞാനമുണ്ടാവാനായിട്ട് എനിക്ക് ഉപദേശം ചെയ്യൂ. അപ്പോ ശങ്കരാചാര്യസ്വാമികൾ ഉപനിഷത്ത് മന്ത്രം ഒന്ന് ചൊല്ലി. ന തത്ര സൂര്യോ ഭാതി ന ചന്ദ്രതാരകം നേമാ വിദ്യുതോ ഭാന്തി കുതോയമഗ്നി തമേവ ഭാന്തമനുഭാതി സർവം തസ്യ ഭാസ സർവമിദം വിഭാതി. ആ ബ്രഹ്മത്തില് ന സൂര്യോഭാതി, അവിടെ സൂര്യൻ പ്രകാശിക്കുന്നില്ല. ചന്ദ്രതാരകം ന ഭാതി, ചന്ദ്രൻ നക്ഷത്രം ഒന്നും പ്രകാശിക്കുന്നില്ല. നേമാ വിദ്യുതോ ഭാന്തി, ഈ മിന്നലുകളൊന്നും അവിടെ പ്രകാശിക്കുന്നില്ല. കുതോയം അഗ്നി, ഈ അഗ്നി എങ്ങനെ പ്രകാശിക്കും? തമേവ ഭാന്തം, അവൻ പ്രകാശിക്കുന്നത് കൊണ്ട്, അവനാൽ പ്രകാശിപ്പിക്കപ്പെട്ട് അനുഭാതി സർവം, ബാക്കിയുള്ളതൊക്കെ പ്രകാശിക്കുന്ന പോലെ തോന്നും. തസ്യ ഭാസ, അവന്റെ പ്രകാശം കൊണ്ട് സർവമിതം വിഭാതി, ഇതൊക്കെ തന്നെ പ്രകാശിക്കുന്നു. അപ്പൊ ആ ബ്രാഹ്മണൻ ഇങ്ങനെ നിന്നു, അറിയാതെ എന്താ പ്രകാശം എന്ന് പിടികിട്ടാതെ നിൽക്കുകയാണ്.
അപ്പൊ ആചാര്യര് ചോദിച്ചു, കിം ജ്യോതിഹി തവ, എന്ത് പ്രകാശം കൊണ്ടാണ് താനിപ്പോ ലോകത്തിനെയൊക്കെ കാണുന്നത്? ഭാനുമാൻ അഹനിമേ, പകൽ സമയത്ത് സൂര്യന്റെ പ്രകാശം കൊണ്ട് ഞാൻ എല്ലാത്തിനെയും കാണുന്നു. ശരി. രാത്രിയിൽ എങ്ങനെ കാണുന്നു? പ്രദീപാധികം, വിളക്ക് കൊളുത്തി വെച്ചിട്ട് വിളക്കുകൊണ്ട് വസ്തുക്കളെയൊക്കെ ഗ്രഹിക്കുന്നു. സ്യാദേവം, അങ്ങനെ ഇരിക്കട്ടെ. രവിദീപ ദർശന വിധൗ കിം ജ്യോതി ആഖ്യാഹിതേ, ഈ സൂര്യനെയും വിളക്കിനെയും ഒക്കെ കാണാൻ തന്നെ എങ്ങനെ സഹായിച്ചത് ആരാണ്? സൂര്യനെയും വിളക്കിനെയും ഒക്കെ താൻ എങ്ങനെ കണ്ടു? ചക്ഷുഹു, കണ്ണുകൊണ്ടാണ് കണ്ടത്. ചക്ഷുസ് കൊണ്ടാണ് സൂര്യനെ കണ്ടത്, ചന്ദ്രനെ കണ്ടത്. ശരി. തസ്യ നിമീലനാദി സമയേക്കും, ആ കണ്ണിനെ അടയ്ക്കുമ്പോഴും കാണുന്നുണ്ടല്ലോ. രാത്രി ഉറങ്ങുമ്പോ സ്വപ്നം ക്ലിയറായിട്ട് കാണുന്നു. വെള്ളയെഴുത്തുണ്ടെങ്കിലും കണ്ണാടിയൊന്നും വേണ്ട, സ്വപ്നം നന്നായിട്ട് കാണുന്നു, നല്ല വെളിച്ചത്തിൽ കാണുന്നു. സ്വപ്നം എങ്ങനെ കണ്ടു? കണ്ണടച്ചപ്പോ എങ്ങനെ കണ്ടു? ധീഹി, ബുദ്ധിയുടെ പ്രകാശം കൊണ്ട് കണ്ടു. ധിയോദർശനേക്കും, ആ ബുദ്ധിയെ ആര് ഗ്രഹിക്കണു? ഈ ബുദ്ധിയുടെ ചലനങ്ങളെയൊക്കെ തന്നെ. ഇപ്പൊ ബുദ്ധി പ്രവർത്തിക്കണു, ഇപ്പൊ ബുദ്ധി പ്രവർത്തിക്കണില്ല, ഇതൊക്കെ ആര് ഗ്രഹിക്കണു? അഹം ഭവാൻ പരം ജ്യോതി തത്വമസി. ഭവാൻ പരം ജ്യോതി, അങ്ങ് തന്നെയാണ്, താൻ തന്നെയാണ് ആ പരമസത്യം. ഇത് ആചാര്യർ പറഞ്ഞ ഉടനെ ഗുരുവിന്റെ കൃപയാവുന്ന വിദ്യുത് പ്രവാഹമാണ്. അതങ്ങനെ അങ്ങോട്ട് വീണ ഉടനെ തദസ്മി പ്രഭോ, അത് തന്നെയാണ് ഞാൻ പ്രഭോ, ആ ആത്മാ തന്നെയാണ് ഞാൻ, ആ വസ്തു തന്നെയാണ് ഞാൻ. തദസ്മി പ്രഭോ എന്ന് പറഞ്ഞ ആ വൃദ്ധൻ അങ്ങനെ സമാധിസ്ഥനായിട്ട് കുറച്ചു നേരം ഇരുന്നു. അത്രയും കുറച്ചു കാലം സമാധിയിൽ ലയിച്ചങ്ങനെ ഇരുന്നു. ആചാര്യര് ഇത് പറഞ്ഞത് ഭവാൻ പരം ജ്യോതിഹി, നീ തന്നെയാണ് ആ ജ്യോതിസ്സുകൾക്കൊക്കെ ജ്യോതിസ്സായിട്ടുള്ള വസ്തു, ആ പരമജ്യോതിസ്. അതിനെ ഗ്രഹിക്കൂ. ഉള്ളില് നിരന്തരം അത് ബോധസ്ഫൂർത്തിയായി പ്രകാശിച്ചു നിൽക്കണു. അതാണ് താൻ എന്ന് ധ്യാനിക്കൂ. ആ സാക്ഷിയായിട്ടുള്ള ആ പ്രകാശം ഞാനാണ്. ഞാൻ നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വരൂപമായ വസ്തുവാണ്. ആകാശം പോലെ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന വസ്തുവാണ്. ശുദ്ധമായ ബോധവസ്തുവാണ്. ഞാൻ പ്രകാശിക്കുന്നത് കൊണ്ടാണ് സൂര്യൻ പ്രകാശിക്കുന്നത്. ആ ആത്മാ പ്രകാശിക്കുന്നത് കൊണ്ടാണ് നക്ഷത്രങ്ങൾ പ്രകാശിക്കുന്നത്. ആത്മാ പ്രകാശിക്കുന്നത് കൊണ്ടാണ് പ്രപഞ്ചം ഉള്ളതായി അനുഭവപ്പെടുന്നത്. ആത്മാ പ്രകാശിക്കുന്നത് കൊണ്ടാണ് സസ്യങ്ങളൊക്കെ ജീവനുള്ളതായിട്ടിരിക്കുന്നത്. ആ ആത്മപ്രകാശം കൊണ്ടാണ് അനേക കോടി ജീവജാലങ്ങൾ ചരിക്കുന്നതും പ്രവർത്തിക്കുന്നതും ചിന്തിക്കുന്നതും സങ്കല്പിക്കുന്നതും ഒക്കെ. ആ ആത്മപ്രകാശം കൊണ്ടാണ് ഈ ശരീരം ചലിക്കുന്നതും വർത്തമാനം പറയണതും ജീവിക്കുന്നതും ഉറങ്ങുന്നതും ഉണ്ണുന്നതും ഉണർന്നിരിക്കുന്നതും ഒക്കെ തന്നെ. ആ ആത്മവസ്തുവാണ് ഞാൻ. ഈ പ്രവർത്തനങ്ങളൊന്നും തന്നെ, ഈ ചലനങ്ങളൊന്നും തന്നെ, ഈ വികാരങ്ങളൊന്നും തന്നെ ആ ശുദ്ധമായ ബോധത്തിനെ അല്പം പോലും സ്പർശിക്കുന്നില്ല. അത് ചിദാകാശം ആണ്. എല്ലാത്തിനും പുറകിൽ നിൽക്കുന്ന അനന്തമായ അനുഭൂതിയുടെ ആകാശം. പുറമേക്ക് കാണുന്ന പ്രപഞ്ചത്തിൽ ഉള്ള ആകാശം, സ്പേസ്, അതിനെ നമ്മൾ ഭൂതാകാശം എന്ന് പറയണം. ഭൂതാകാശത്തിലാണ് ഈ ശരീരം മുതലായിട്ടുള്ളതൊക്കെ ഇരിക്കുന്നത്. ഭൂതാകാശത്തിന് പുറകില് ഒരു സൈക്കിക് വേൾഡ് ഉണ്ട്, ചിത്തവൃത്തികളുടെ ലോകം. അതിനെ ചിത്താകാശം, മനാകാശം, ചിത്താകാശം എന്ന്. ആ ചിത്താകാശത്തിനെയും കടന്നു നിൽക്കുന്നു അനന്തമായ ചിതാകാശം. ചിത്താകാശത്തിലാണ് എല്ലാ പ്രപഞ്ചങ്ങളും. ചിത്താകാശത്തിലാണ് ഈ ലോകവും സിദ്ധലോകവും ഗന്ധർവലോകവും എല്ലാ ലോകവും. ഇതൊക്കെ തന്നെ വെറും മനക്കൽപ്പന. ആ മനാകാശം കടന്നാൽ നിശ്ചലമായിട്ടുള്ള ബോധപ്രപഞ്ചമാണ് ചിദാകാശം എന്ന് പറയുന്നത്. അത് പ്രപഞ്ചമല്ല, അത് നിശ്ചലമായ അദ്വയമായ ദേശകാലങ്ങൾക്കതീതമായ സത്യാനുഭവസ്ഥിതി. ആ ചിദാകാശമാണ് ഞാൻ. അതില് ഈ
സൂര്യചന്ദ്ര ഗോളങ്ങളൊക്കെ തന്നെ പ്രകാശിച്ചു നിൽക്കണം. ആ പ്രകാശമുള്ളത് കൊണ്ടാണ് ഇതൊക്കെ തന്നെ ഉള്ളതായിട്ട് തോന്നണത്. അതില്ലെങ്കിലോ സൂര്യനില്ല, ചന്ദ്രനില്ല, പ്രപഞ്ചമില്ല, ഈ കാണുന്ന ലോകത്തിലുള്ള ഒരനുഭവവുമില്ല. അതുണ്ടെങ്കിൽ ഇതൊക്കെ തന്നെ ഉള്ളതായിട്ട് അനുഭവിക്കപ്പെടുന്നു. അവന്റെ പ്രകാശം കൊണ്ട് ഇതൊക്കെ തന്നെ പ്രകാശിക്കുന്നു. അവൻ പ്രകാശിച്ചില്ലെങ്കിൽ ഇതൊന്നും അനുഭവപ്പെടില്ല എന്നാണ്. ഇപ്പൊ യഥാഭാത ആഭാസയതി അക്ഷമേക, ഏതൊരുത്തൻ പ്രകാശിക്കുന്നത് കൊണ്ട് സൂര്യൻ പ്രകാശിച്ച് സൂര്യപ്രകാശം കൊണ്ട് ഇന്ദ്രിയങ്ങളൊക്കെ തന്നെ പ്രകാശിക്കുന്നുവോ ആ പരിപൂർണ വസ്തു സനിത്യോപലബ്ധി സ്വരൂപോഹമാത്മാ, അവൻ നിത്യ ഉപലബ്ധി സ്വരൂപൻ, എപ്പോഴും കിട്ടിയിട്ടുള്ള വസ്തു, ഇനി എന്തെങ്കിലും കിട്ടേണ്ടതല്ല, ഇപ്പൊ തന്നെ ഉണ്ട്. അതാണ് ഞാൻ, അതാണ് ഉള്ള വസ്തു, അതാണ് സ്വരൂപം. അത് ഒരിക്കലും നഷ്ടപ്പെടാനേ പറ്റില്ല. പുതിയതായിട്ട് വരാനുള്ളതല്ല, അത് നഷ്ടപ്പെട്ടു പോകുകയുമില്ല. അതിന് രാഗം, ദ്വേഷം, കാമം, ക്രോധം, അസൂയ ഒന്നുമില്ല അതില്. അത് അതീവ ശുദ്ധം. ആ ശുദ്ധമായ വസ്തുവാണ് ഞാൻ എന്ന് അനുഭവത്തിന്റെ ഭാഷയില് അസ്താമലകൻ പറയണു. നമ്മളും അതേപോലെ തന്നെ ധ്യാനിച്ചു നോക്കാം. അടുത്ത ശ്ലോകം. യഥാ സൂര്യ ഏകോപ്സ്വനേകശലാസു സ്ഥിരാസ്വപ്യനന്വദ്വിഭാവ്യസ്വരൂപഃ ചലാസു പ്രഭിന്നാസു ധീഷ്വേവമേകഃ സ നിത്യോപലബ്ധിസ്വരൂപോഹമാത്മാ. യഥാ ഏകഃ സൂര്യഃ, ഒരേ സൂര്യൻ അനേകാസു അപ്സു, ജലത്തില് പല സ്ഥലങ്ങളിലോ ആയിട്ടും ചലിക്കുന്ന ജലങ്ങളിൽ, ചലാസു അപ്സു, ചലിക്കുന്ന ജലത്തില് അനേകഹ ഇവ, അനേകനെ പോലെ തോന്നുന്നു. വെള്ളം ഇങ്ങനെ അലയടിക്കുമ്പോൾ അവിടെ ഒരു സൂര്യൻ, ഇവിടെ ഒരു സൂര്യനൊക്കെ തോന്നും. വെള്ളത്തിനെ ഇങ്ങനെ വേറെ വേറെ ആക്കിയിട്ട് ടാങ്കിൽ കെട്ടിവെച്ചാൽ ഓരോ ടാങ്കിലും സൂര്യൻ പ്രതിബിംബിച്ച് കാണാം. അപ്പൊ അനേക സൂര്യന്മാരെ പോലെ ഒരേ സൂര്യൻ അനേകം സ്ഥലത്ത് വെള്ളത്തില് ചലിക്കുമ്പോ അനേകം പോലെ തോന്നുന്നു. സൂര്യനും ചലിക്കുന്ന പോലെ തോന്നുന്നു. സ്ഥിരാസ്വപ്യ അനന്വദ്വിഭാവ്യ സ്വരൂപ, വെള്ളം നിശ്ചലമായിട്ട് നിൽക്കുമ്പോഴോ സൂര്യൻ ഏകമായി പ്രകാശിക്കും. ഏവം ചലാസു ധീഷു, ഇതേപോലെ തന്നെ ബുദ്ധി ചലിക്കുമ്പോ, മനസ്സ് ചലിക്കുമ്പോ ഉള്ളിലുള്ള ആത്മാവും ഇങ്ങനെ അഹങ്കാരം ആയിട്ട് മാറുന്നു. ഉള്ളിലുള്ള നിശ്ചലമായ ബോധം, അതിൽ പ്രതിബിംബിക്കുന്ന ബോധം ചലിക്കുന്ന പോലെ തോന്നുന്നു. പിടികിട്ടണില്ല. ആ ഉള്ളിലുള്ള വെള്ളത്തിനെ അങ്ങോട്ട് നിശ്ചലമാക്കി നിർത്തുക. സ്റ്റിൽനെസ്. യോഗ ചിത്തവൃത്തി നിരോധ. അപ്പൊ ധീഷു, തെളിഞ്ഞ നിശ്ചല ബുദ്ധിയിൽ, ആ ബുദ്ധിയെ നിശ്ചലമായിട്ട് നിർത്തുമ്പോ ഏകനായിട്ടും പ്രകാശിക്കുന്നു. ബുദ്ധിയെ നിശ്ചലമായിട്ട് നിർത്തുമ്പോ പിന്നെ ബുദ്ധിയില്ല. മനസ്സ് നിശ്ചലമായാൽ നിശ്ചലമായ മനസ്സെന്നൊന്നും ഇല്ല. അട്രാക്റ്റീവായിട്ട് ഒരു വാക്കൊക്കെ പറയാം, സ്റ്റിൽ മൈൻഡ് എന്നൊക്കെ പറയാം. പക്ഷേ സ്റ്റിൽ മൈൻഡ് ഈസ് എ നോ മൈൻഡ്. ഇറ്റ്സ് ലൈക്ക് ഹോട്ട് ഐസ്ക്രീം. നിശ്ചലമായിട്ടൊരു മനസ്സെന്ന് പറയാൻ പറ്റില്ല. ചഞ്ചലതാഹീനം നഹി ചഞ്ചലതാഹീനം മനഃക്വചന വിദ്യത്തെ. ചഞ്ചലത്വം മനോധർമ്മ വന്യേർധർമ്മോ യഥോഷ്ണത. അഗ്നിക്ക് ചൂട് എന്നുള്ളത് സ്വഭാവം പോലെ മനസ്സിന്റെ സ്വഭാവമാണ് ചലിക്കുക എന്നുള്ളത്. അത് നിശ്ചലമായി നിന്നാൽ അതിന് മനസ്സ് എന്നല്ല വിളിക്കേണ്ടത്, ആത്മാ. അപ്പൊ ആ ബുദ്ധി നിശ്ചലമായിട്ട് നിൽക്കുമ്പോൾ അവിടെ മനസ്സല്ല, ആത്മാ. രമണ മഹർഷിയോട് ഒരാൾ ചോദിച്ചു, ആത്മാവിൽ നിന്ന് അന്യമായി ഒന്നും ഇല്ല എന്ന് പറയണു, പിന്നെ ഈ മനസ്സെന്താണ് എന്ന് ചോദിച്ചു. അതിന് മഹർഷി പറഞ്ഞത്, സെൽഫ് എക്സ്ട്രോവേർട്ടഡ് ഇസ് മൈൻഡ്, മൈൻഡ് ഇൻട്രോവേർട്ടഡ് ഇസ് സെൽഫ്. മനസ്സ് അന്തർമുഖമായി സ്വരൂപത്തിൽ നിന്ന അത് തന്നെ ആത്മാവാണ്.
ആത്മവസ്തു പുറത്തലയുന്നതായിട്ടൊരു തോന്നൽ അതെങ്ങനെ ഉണ്ടാവണമെന്ന് പറയാൻ പറ്റില്ല. ആ ഉണ്ടാവുമ്പോ അതിനെ ആശ്ചര്യമായ മനസ്സ് എന്ന ശക്തിയായിട്ട് പറയണം. ചിന്താശക്തി, ഇച്ഛാശക്തി. അപ്പോ അത് ചിത്തം നിശ്ചലമായിട്ട് നിൽക്കുമ്പോ, അഥവാ മനസ്സ് നിശ്ചലമായിട്ട് നിൽക്കുമ്പോ ഏകഹ അദ്വയമായി ആത്മാ പ്രകാശിക്കും. ആ ചിത്തത്തിനെ നിശ്ചലമായിട്ട് നിർത്താനാണ് ആത്മവിചാരം എന്ന് പറയുന്നത്. ആത്മാവിന്റെ തത്വം പതുക്കെ കേൾക്കുക, എന്നിട്ട് വിചാരം ചെയ്ത് നോക്കുക. എന്താണ് ഞാൻ എന്ന് പറയുന്നതിന്റെ സ്വരൂപം എന്താണ്? വാസനകൾ ഓരോന്നിനെയും ഉയരാൻ അനുവദിക്കാതെ ഹൃദയത്തിൽ തന്നെ അടക്കിക്കളയാം. പൊന്തുമ്പോഴൊക്കെ തന്നെ വിചാരം കൊണ്ട് ഹൃദയത്തിൽ തന്നെ സംഹരിക്കാം. ഇങ്ങനെ വാസനാക്ഷയം കൊണ്ട് ചിത്തം നിശ്ചലമായിട്ട് നിൽക്കും. അല്ലാതെ മെഡിറ്റേഷൻ കൊണ്ട് ഏതെങ്കിലും ഒരു വിളക്കിൽ നോക്കുന്നത് കൊണ്ടോ ഒരു വസ്തുവിൽ നോക്കുന്നത് കൊണ്ടോ ഏർപ്പെടുന്ന ഏകാഗ്രത അല്പനേരത്തേക്കേ നിൽക്കുള്ളൂ. അതുള്ളപ്പോഴേ ഉണ്ടാവുള്ളൂ. യഥാർത്ഥമായിട്ട് ഏർപ്പെടേണ്ട ഏകാഗ്രത ചിത്തവൃത്തികൾ കുറയ്ക്കലാണ്. ജാഗ്രതയായിട്ട് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു വഴിയാണ് കഴിയുന്നതും നമ്മളുടെ മനസ്സിനെ ചലിപ്പിക്കുന്ന വസ്തുക്കളുമായി അടുക്കാതിരിക്കുക. രാവിലെ മുതൽ രാത്രി വരെ അതിനെയാണ് നമ്മളുടെ ഒരു ജീവിതം എന്ന് പറയേണ്ടത്. ജീവിതം എന്ന് വെച്ചാൽ എന്താ? ഉറങ്ങുമ്പോ ഒന്നും അറിയണില്ല. ഉണർന്നു കഴിഞ്ഞ് രാത്രി ഉറങ്ങുന്ന വരെയുള്ള സമയം ജാഗ്രതയോടുകൂടെ പ്രബലമായ വിചാരങ്ങൾക്ക് ഇടം കൊടുക്കാതെ ഇരുന്നാൽ തന്നെ ഒരു നല്ല ധ്യാനമാണത്. പ്രബലമായ വിചാരങ്ങൾ അലയടിക്കാൻ അനുവദിക്കാതെ ഇരുന്നാൽ തന്നെ അത് തന്നെ ധ്യാനമാണ്. അങ്ങനെ അങ്ങോട്ട് പരിശീലിച്ചാൽ തന്നെ മതി. അപ്പോ ക്രമേണ വിചാരങ്ങളുടെ അല കുറഞ്ഞു 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 വരും. ശാന്തി. അങ്ങനെ ക്രമേണ വിചാരങ്ങള് കുറഞ്ഞു വന്ന് സ്വരൂപം തെളിയും തോറും അത് അദ്വയമായി പ്രകാശിക്കും. ഇതാണ് പറഞ്ഞത്. ഇനി അടുത്ത ശ്ലോകം നോക്കാം. 12. ഘനച്ഛന്ന ദൃഷ്ടി ഘനച്ഛന്നമർക്കം യഥാ നിഷ്പ്രഭം മന്യതേ ചാതിമൂഢ തഥാ ബദ്ധവദ്ഭാതിയോ മൂഢദൃഷ്ടേ സ നിത്യോപലബ്ധി സ്വരൂപോഹമാത്മാ. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു ഉദാഹരണമാണ് ഇവിടെ. ഘനച്ഛന്ന ദൃഷ്ടി. ഘനം എന്ന് വെച്ചാൽ മേഘം എന്നർത്ഥം. ലളിതാ സഹസ്രനാമത്തില് ഭക്തചിത്ത കേക്കി ഘനാഘന എന്നൊരു വാക്ക് വരും. അവിടെ എന്താ അർത്ഥം എന്ന് വെച്ചാൽ, കേക്കി എന്ന് വെച്ചാൽ മയിൽ. മയില് മേഘത്തിനെ കാണുമ്പോ നൃത്തം ചെയ്യും. അപ്പോ ദേവിയെ അവിടെ മേഘമായിട്ടാണ് പറയണത്. ദേവിയാവുന്ന ആ മേഘത്തിനെ കാണുമ്പോ ഭക്തന്റെ ചിത്തമാവുന്ന കേക്കി മയില് നൃത്തം വയ്ക്കണു. ഭക്തന്റെ ചിത്തമാവുന്ന മയിലിന് ഘനമായ ഘനം എന്നുവെച്ചാൽ ഘനീഭൂതമായ മേഘമാണത്രേ ഈശ്വരൻ. അതിനെ കാണുമ്പോൾ ഭക്തന്റെ ചിത്തം നൃത്തം വയ്ക്കണം. ഇവിടെ ഘനം എന്ന് വെച്ചാൽ മേഘം എന്നർത്ഥം. ഘനച്ഛന്ന ദൃഷ്ടി. മേഘം സൂര്യനിൽ നിന്നും എത്രയോ ചുവട്ടിലാണ് ഇരിക്കുന്നത്. പക്ഷെ നമ്മൾ എന്തു പറയണു വ്യവഹരിക്കുമ്പോൾ? സൂര്യനെ മറച്ചു എന്ന് പറയണു. വാസ്തവത്തിൽ മേഘം സൂര്യനെ ഒന്നും മറക്കണില്ല, നമ്മളുടെ ദൃഷ്ടിയാണ് മറക്കണത്. പക്ഷെ നമ്മൾ എന്തു പറയണു? സൂര്യനെ മറച്ചു. സൂര്യനെ ഒന്നും മറച്ചിട്ടില്ല മേഘം. മേഘത്തിനെ കൊണ്ട് സാധ്യമല്ല സൂര്യനെ മറയ്ക്കാൻ. കൊച്ചിയിൽ മേഘം ഉണ്ടെങ്കിൽ ഇത് കൊച്ചി മട്ടാഞ്ചേരിയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. എറണാകുളത്തിൽ സൂര്യൻ പ്രകാശിക്കുന്നുണ്ടാവും. പക്ഷെ നമ്മൾ പറയും മേഘം സൂര്യനെ മറച്ചു. പ്ലെയിനിൽ പോണവർക്ക് മേഘം അവരുടെ ചുവട്ടിലാണ്. അതിനർത്ഥം അത്ര അടുത്താണ്. ഒരു പർവ്വതത്തിന്റെ ഒക്കെ അടുത്ത് നോക്കിയാൽ പർവ്വതത്തിന്റെ പകുതിയിലൊക്കെ കാണുള്ളൂ നമ്മൾ മേഘം. പക്ഷെ ഇവിടുന്ന് നോക്കുമ്പോൾ ആ മേഘം, കൊച്ചു മേഘം സൂര്യനെ മറയ്ക്കണ പോലെ തോന്നുന്നു. അപ്പൊ അത് വെറും
അജ്ഞാനമാണ് എന്നാണ്. മേഘം സൂര്യനെ മറച്ചു എന്ന് പറയുന്നത്. സൂര്യൻ പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നു. വാസ്തവത്തിൽ മേഘം ഉണ്ടായത് തന്നെ സൂര്യപ്രകാശം കൊണ്ടാണ്. സൂര്യന്റെ പ്രകാശം കൊണ്ട് സമുദ്രജലം മേഘമായിട്ട് മാറി. ആ മേഘത്തിനെ സൂര്യന്റെ മുമ്പിൽ കൊണ്ടുചെന്ന് നിർത്തുന്നു വായു. ആ സൂര്യന്റെ പ്രകാശം കൊണ്ട് തന്നെ ആ മേഘം അവസാനം വെള്ളമായിട്ട് വീഴുകയും ചെയ്യും. ഇതേപോലെ ആത്മപ്രകാശം കൊണ്ട് തന്നെ ഉണ്ടായതാണ് ഈ ചിത്തം എന്ന് പറയുന്ന മേഘം, മനസ്സാവുന്ന മേഘം. ഈ മനസ്സാവുന്ന മേഘം ആത്മാവിനെയും മറച്ചു കളയുന്നു. വാസ്തവത്തിൽ മറച്ചിട്ടുണ്ടോ? മറച്ചിട്ടൊന്നുമില്ല. മറച്ചു എന്നൊരു ഭ്രമം. അതാണ് ആശ്ചര്യം. എനിക്ക് ആത്മാവിനെ അറിയണില്ല എന്ന് പറയണത് പോലും ആത്മപ്രകാശം കൊണ്ടാണ്. അല്ലെങ്കിൽ എങ്ങനെ പറയാൻ കഴിയും? ഈ മൈക്ക് പറയോ എനിക്ക് ആത്മാവിനെ അറിയണില്ല എന്ന്? ഞാനും നിങ്ങളുമൊക്കെ അല്ലേ പറയണത് എനിക്ക് അറിയണില്ല എന്ന്. ഈ മൈക്കിന് എനിക്ക് അറിയില്ല എന്നും പറയാൻ കഴിയില്ല, അറിയുന്നും പറയാൻ കഴിയില്ല. എനിക്ക് ആത്മാവിനെ അറിയണില്ല എന്ന് പറയുമ്പോ തന്നെ ആ ബോധസ്വരൂപിയായി ഇരുന്നുകൊണ്ടാണോ പറയണത്? ഈ എനിക്ക് അറിയില്ല എന്ന് പറയണവൻ ആര്? എനിക്ക് ആത്മജ്ഞാനമില്ല എന്ന് പറയണവൻ ആര്? ഞാൻ പറയണം. ആ ഞാൻ ആര്? ആ ഞാൻ എന്ന് പറയുന്നത് എന്താണ്? ആരാഞ്ഞു നോക്കുക. അപ്പോ അത് തന്നെയാണ് ആത്മവസ്തു. പിന്നെന്താ ആ ആനന്ദം ഉണ്ടാവാത്തത്? അറിയാത്തത് കൊണ്ട് ആനന്ദം ഉണ്ടായില്ല. ഇപ്പൊ ദിവസം മാലയിടണു കഴുത്തില്, പൂമാല, മുല്ലപ്പൂമാല. അപ്പൊ എനിക്ക് വളരെ ഇഷ്ടമാണെന്ന് വെച്ചാൽ ഒരു ദിവസം ഞാൻ കണ്ണടച്ചുകൊണ്ട് ഇരിക്കുമ്പോ ഇവര് മാല ഇട്ടിട്ട് പോയി. എനിക്ക് അറിഞ്ഞതേ ഇല്ല. പ്രസംഗം ചെയ്യുമ്പോൾ മുഴുവൻ എന്റെ ഉള്ളിൽ ചിന്തയാണ്, ഇന്ന് എന്താ ഇവര് ഈ മാല ഇടാത്തത്? എന്നെ അപമാനിച്ചുവോ? അഥവാ എനിക്കിത് തന്നില്ല എന്ന് വെച്ചാൽ എനിക്കത് എന്നെ ബഹുമാനിച്ചില്ല, എനിക്ക് മാല തന്നില്ല, ഞാൻ മാല ഇട്ടിട്ടില്ല, ഇതേ ചിന്ത. എന്നിട്ട് അവസാനം അത്രയും നേരം അതിനെ വെച്ച് ഇങ്ങനെ വിഷമിച്ചിട്ട് കഴുത്തിൽ തന്നെ മാല കിടക്കുന്നുണ്ട്, നോക്കിയില്ല, അത്രയേ ഉള്ളൂ. ഇങ്ങനെ അന്നത്തെ പ്രസംഗമൊക്കെ തന്നെ എന്തോ ഒരു വിധമൊക്കെ തീർത്ത് കഴിഞ്ഞ ഉടനെ വിളിച്ച് ചോദിച്ചു, എന്താ മാല ഇടാത്തത്? ഇതാ കഴുത്ത് കിടക്കണമല്ലോ. അപ്പോഴാണ് തൊട്ടു നോക്കിയത്. തൊട്ടു നോക്കി ഉടനെ ഇത്ര നേരം ഉണ്ടായ പ്രോബ്ലംസ് ഒക്കെ പോയിട്ട് മാല കഴുത്ത് കിടക്കണു, സന്തോഷമായി, ആനന്ദായി. എന്ത് വ്യത്യാസം വന്നു? അത് ഉള്ളത് അവിടെ തന്നെ ഉണ്ടായിരുന്നു, നോക്കിയില്ല, അത്രയേ ഉള്ളൂ. നോക്കിയ ഉടനെ അതിന്റെ എക്സ്പീരിയൻസും ഉണ്ടായി, ആനന്ദം ഉണ്ടായി. അതിന് വലിയ എഫേർട്ടൊന്നും വേണ്ട. ഈ ദുരിതത്തിന് മുഴുവൻ കാരണം എന്താ? ഈ 1 മണിക്കൂർ ദുരിതമാണ്. ആ ദുരിതത്തിന് എന്താ കാരണം? അജ്ഞാനം, അറിവില്ലായ്മ, ബോധമില്ലായ്മയാണ് ഈ ദുരിതത്തിന് മുഴുവൻ കാരണം, അല്ലെ? അതേപോലെയാണ് വസ്തു കിട്ടിയിരിക്കണം. ഇപ്പൊ തന്നെ അതായിട്ടാണ് ഇരിക്കുന്നത്. എന്നിട്ടും എനിക്ക് അറിയില്ല, അറിയില്ല, അറിഞ്ഞില്ല, അറിഞ്ഞില്ല, അനുഭവിച്ചില്ല, അനുഭവിച്ചില്ല പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഈ പറയുന്നവൻ ആരെന്ന് നോക്കുകയാണ്. അറിയില്ല എന്ന് പറയാൻ പോലും സമയം കൊടുക്കാതെ നോക്കണം. അറിയും എന്നും പറയാൻ പറ്റില്ല, അറിയില്ല എന്നും പറയാൻ പറ്റില്ല. ഈ പറയുന്നവനെ നിരന്തരം ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം. അതാണ് അറിവിന്റെ ലക്ഷ്യം. രമണ മഹർഷിയോട് ആരെങ്കിലുമൊക്കെ പറഞ്ഞാൽ ഈ ആത്മജ്ഞാനം വളരെ കഷ്ടമാണ് എന്ന് പറഞ്ഞാൽ മഹർഷി ഉടനെ പറയും, എന്തിനങ്ങനെ ചിന്തിക്കണം? ഈ ചിന്ത തന്നെ ഒരു തടസ്സമാണ്. ഈ ചിന്തയാണ് നിങ്ങൾക്ക് വലിയ തടസ്സം. ഈ ഒരു ചിന്തയെ നിങ്ങളിപ്പോ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് അതിനെ കടക്കാൻ ഇനി ഒരു ജന്മം വേണ്ടി വരും. ഈ ചിന്തയും ആർക്ക് വരണമെന്ന് നോക്കുക. ആരാ പറയണത് അത് കഷ്ടമാണെന്ന്? ഞാൻ. ഈ ഞാൻ ആര്? ഈ കഷ്ടമാണ് എന്ന് പറയണ ഞാൻ ആരാണ്? എനിക്ക് ആത്മാവിനെ അറിയണില്ല. ആരാണ് ഈ ഞാൻ? അറിയണില്ല എന്ന് പറയണ ഞാൻ ആര്? എനിക്ക് മുക്തി വേണം. ആർക്ക് മുക്തി വേണം? ആരാണ് മുക്തനാവണ്ട ഈ ഞാൻ? എല്ലാത്തിനും ഇത് തന്നെയാ ഉത്തരം. എങ്ങനെയെങ്കിലുമൊക്കെ ചുറ്റി 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 ഇതിലേക്ക് വന്ന് നിൽക്കണം, സെന്ററിൽ വന്ന് നിൽക്കണം. എല്ലാ വഴിയിലും പ്രദക്ഷിണം വെച്ച് പിന്നെയും ഈ ഞാനിൽ വന്ന് നിൽക്കണം. ഈ ഞാൻ ആരാണ്? ഈ ഞാൻ എന്ന് പറയുന്നത് എന്താണ്? ആർക്കാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവണത്? ഇതൊക്കെ അനുഭവിക്കുന്നവൻ ആര്? ആര് ബന്ധത്തിൽ കുടുങ്ങിയിരിക്കണു? ആര് മുക്തിക്കായി ആഗ്രഹിക്കണു?
ഇങ്ങനെ നിരന്തരമായ തുരുതുരേയുള്ള അന്വേഷണം. അതുകൊണ്ട് ഒരു കാര്യം നല്ലവണ്ണം തെളിഞ്ഞു കിട്ടും. അജ്ഞാനം എന്ന് പറയണതും ചിത്തത്തിന്റെ വെറും ഒരു ഭ്രമം. ചിത്തമുണ്ടോ അജ്ഞാനമുണ്ട്, ചിത്തമില്ലേ അജ്ഞാനമില്ല. ചിത്തമൂലോ വികൽപ്പോയം ചിത്താഭാവേന കശ്ചന അതശ്ചിത്തം സമാധേഹി പ്രത്യഗ്രൂപേ പരാത്മനി. വിവേക ചൂടാമണിയില് ആചാര്യവചനമാണ്. ചിത്തമൂലോ വികൽപ്പോയം, തനിക്ക് ഇല്ല, ജ്ഞാനമില്ല, അനുഭൂതി ഇല്ല എന്നൊക്കെ തോന്നുന്നതുണ്ടല്ലോ, അതിനെയാണ് വികൽപ്പം എന്ന് പറയുന്നത്. ഈ വികൽപ്പം എനിക്കിപ്പോ കിട്ടിയിട്ടില്ല, എനിക്ക് ഇനിയും സാധിച്ചിട്ടില്ല, എത്ര ജന്മം വേണമോ, ഇതൊക്കെ ഒരു ഭ്രമം. ഇന്ന് സാധിച്ചു എന്നാണോ? സാധിച്ചു എന്നുമില്ല, രണ്ടും വേണ്ട. ഇതിന് രണ്ടിനും ഇട കൊടുക്കാതെ നോക്കിക്കൊണ്ടേയിരിക്കണം. ചിത്തമാണ് ഈ ഭ്രമത്തിനെയൊക്കെ ഉണ്ടാക്കുന്നത്. ചിത്തമൂലോ വികൽപ്പോയം ചിത്താഭാവേന കശ്ചന. ചിത്തമില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല. ഉറക്കത്തിൽ ആർക്കും ഒരു കുഴപ്പം ഉണ്ടാവണില്ലല്ലോ. ഉണർന്ന ശേഷമാണ് മനസ്സ് പലവിധ പ്രശ്നങ്ങളെ ഉണ്ടാക്കുന്നത്. ചിത്താഭാവേന കശ്ചന അതശ്ചിത്തം സമാധേഹി. അതുകൊണ്ട് ഈ ചിത്തത്തിനെ ആത്മാവിൽ മുക്കുക എന്നാണ്. എവിടെ? പ്രത്യഗ്രൂപേ പരാത്മനി. ഈ ഞാൻ ആര് എന്ന് വിചാരം ചെയ്ത് ആ മൂലത്തിൽ മുക്കുക. തന്റെ യഥാർത്ഥ സ്വരൂപത്തിൽ ചിത്തത്തിനെ കൊണ്ടുചെന്ന് നിർത്തൂ. ഇതാണ് ഇവിടെ പറഞ്ഞു. ഘനച്ഛന്ന ദൃഷ്ടിക്ക്. മേഘം സൂര്യനെ ദൃഷ്ടിയെ മറച്ചാൽ ഘനച്ഛന്നം അർക്കം, സൂര്യനെ മറച്ചു എന്ന് പറയണു. അങ്ങനെയുള്ളവൻ മൂഢ എന്നാണ്. യഥാ നിഷ്പ്രഭം മന്യതേച്ച അതിമൂഢ തഥാ. അതേപോലെ തന്നെ ബദ്ധവദ്ഭാതി. നിത്യമുക്തനായ ആത്മാ അജ്ഞാനിയുടെ ദൃഷ്ടിക്ക് പിടിച്ച് കെട്ടപ്പെട്ടവനെ പോലെ തോന്നുന്നു. വാസ്തവത്തിൽ ഇവിടെ ഒരു കെട്ടുമില്ല എന്നാണ്. ബദ്ധവദ്ഭാതിയോ മൂഢദൃഷ്ടേഹേ സ നിത്യോപലബ്ധി സ്വരൂപോഹമാത്മാ. മൂഢദൃഷ്ടിക്ക് ബദ്ധനെ പോലെ ഏതൊരാത്മാ തോന്നുന്നുവോ ആ നിത്യപ്രകാശസ്വരൂപനും ഉപലബ്ധിസ്വരൂപനുമായ ആത്മാവാണ് ഞാൻ എന്നാണ് അസ്താമലകന്റെ വാക്ക്. ഘനച്ഛന്ന ദൃഷ്ടിർ ഘനച്ഛന്നമർക്കം യഥാ നിഷ്പ്രഭം മന്യതേ ചാതിമൂഢഃ തഥാ ബദ്ധവദ്ഭാതിയോ മൂഢദൃഷ്ടേഃ സ നിത്യോപലബ്ധി സ്വരൂപോഹമാത്മാ. അവസാനമായിട്ട് 12ാമത്തെ ശ്ലോകം നമ്മൾ വായിച്ചു. ഘനച്ഛന്ന ദൃഷ്ടി ഘനച്ഛന്നമർക്കം യഥാ നിഷ്പ്രഭം മന്യതേ ചാതിമൂഢഃ തഥാ ബദ്ധവദ്ഭാതിയോ മൂഢദൃഷ്ടേഃ സ നിത്യോപലബ്ധി സ്വരൂപോഹമാത്മാ. ദൃഷ്ടി ഘനച്ഛന്നം, മേഘം കൊണ്ട് മറയ്ക്കപ്പെടുമ്പോൾ സൂര്യനെ കാണാൻ വയ്യ. അതുകൊണ്ട് സൂര്യനില്ല എന്ന് പറയാൻ പറ്റുമോ? അതുപോലെ ദൃഷ്ടി അജ്ഞാനം കൊണ്ട് മറയ്ക്കപ്പെടുമ്പോൾ ബ്രഹ്മത്തിനെ അറിയുന്നില്ല, ആത്മാവിനെ അറിയുന്നില്ല. എന്നാൽ ആത്മാവിനെ അജ്ഞാനം മറച്ചു എന്നല്ല, നമ്മളുടെ ദൃഷ്ടിയെ അജ്ഞാനം മറച്ചു, അത്രയേ ഉള്ളൂ. വസ്തു അവിടെ തന്നെ ഉണ്ട്. ദൃഷ്ടി അജ്ഞാനം കൊണ്ട് ആവൃതമായതുകൊണ്ട് നിത്യമുക്തനായ വസ്തു ബന്ധത്തിൽ കുടുങ്ങിയ പോലെ തോന്നുന്നു. ഭഗവാൻ ഭാഗവതത്തില് ഉദ്ധവരോട് പറയുന്നു, ബന്ധം മുക്തി എന്നിട്ടുള്ളത് രണ്ടും ഗുണങ്ങളാണ് തോന്നിപ്പിക്കുന്നത്. സത്വം രജസ് തമസ് എന്നുള്ള ഗുണങ്ങളാണ് നിത്യമുക്തനായ ആത്മാവിനെ ബദ്ധനായിട്ട് തോന്നിപ്പിക്കുന്നത്. ബദ്ധോ മുക്തിരിതി വ്യാഖ്യ ഗുണതോമേന വസ്തുതഃ ഗുണസ്യ മായാമൂലത്വാത് നമേ മോക്ഷോ ന ബന്ധനം. ബന്ധം മുക്തി എന്നുള്ളതൊക്കെ തന്നെ മായയുടെ കാര്യങ്ങളായ സത്വരജസ്തമോ ഗുണങ്ങള് ഇങ്ങനെ തോന്നിപ്പിക്കുന്നു. ഈ ഗുണങ്ങൾ ഒഴിഞ്ഞു മാറിയാൽ ആത്മാ നിത്യമുക്തം. ആ മുക്തനായ
നിത്യമുക്തനായ ആത്മവസ്തുവാണ് ഞാൻ. അജ്ഞാനം നീങ്ങേ വേണ്ടൂ. അജ്ഞാനേന ആവൃതം ജ്ഞാനം തേന മുഹ്യന്തി ജന്തവഃ. ജ്ഞാനേന തു തദജ്ഞാനം യേഷാം നാശ്രിതം ആത്മനഃ തേഷാം ആദിത്യവജ്ഞാനം പ്രകാശയതി തത്പരം. ഭഗവത്ഗീത. അജ്ഞാനേന ആവൃതം ജ്ഞാനം. അജ്ഞാനം കൊണ്ട് ജ്ഞാനം ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. ജ്ഞാനം എല്ലാവരുടെ ഉള്ളിലുമുണ്ട്. എല്ലാവരും ജ്ഞാനികളാണ്. അജ്ഞാനികളെ ഇല്ല വാസ്തവത്തിൽ. പക്ഷെ അജ്ഞാനം എന്ന് പറയുന്ന ആ അദ്ഭുതമായ വിചിത്രമായ ഇല്ലാത്ത വസ്തു തൽക്കാലത്തേക്ക് ഈ ജ്ഞാനത്തിനെയും നമുക്കും നടുവിൽ നിൽക്കണു. നമ്മളുടെ ബുദ്ധിക്കും ജ്ഞാനത്തിനും നടുവിൽ നിൽക്കണു. തേന മുഹ്യന്തി ജന്തവഃ. ജന്തു എന്നാണ് വാക്ക്. നമ്മൾ ചീത്ത പറയാനൊക്കെയാണ് ജന്തു എന്നൊക്കെ ഉപയോഗിക്കുക, അല്ലെ? ഭഗവാൻ ജന്തു എന്ന് പറയുന്നത് എല്ലാവരെയുമാണ്. നമ്മൾ മനുഷ്യരല്ലാത്ത മൃഗങ്ങളെയാണ് ജന്തുക്കൾ എന്ന് പറയുന്നത്. ശരിക്ക് ജന്തു എന്നുള്ള വാക്കിന്റെ അർത്ഥം ജായതേ ഇതി ജന്തുഹു. ജനിക്കുന്നതൊക്കെ തന്നെ ജന്തുവാണ്. ആർക്കൊക്കെ ജന്മമുണ്ടോ, ആരൊക്കെ ജനിക്കുന്നുണ്ടോ അവരൊക്കെ തന്നെ ജന്തുക്കളാണ്. ആ സ്റ്റേജിൽ തന്നെ ഇരിക്കണവൻ അവസാനം വരെ ജന്തുവായിട്ട് തന്നെ ഇരിക്കും. ഇപ്പൊ ജന്തവഃ എന്ന് ഭഗവാൻ ഇവിടെ വാക്ക്. ജന്തവഃ, ജന്തുക്കള് മുഹ്യന്തി എന്നാണ്. മുഹ്യന്തി എന്ന് വെച്ചാൽ മോഹം ഗച്ഛന്തി. ഭ്രമത്തിലേക്ക് അടിമപ്പെട്ടുപോയി പലവിധ വിഷമങ്ങൾ വെറുതെ അനുഭവിക്കുന്നു. ജീവിതം മുഴുവൻ ദുരിതം അനുഭവിക്കുന്നു. രാഗം ദ്വേഷം കൊണ്ടും അസൂയ കൊണ്ടും ഭയം കൊണ്ടും പലവിധ ഭയങ്ങൾ കൊണ്ടും നാളത്തെ ജീവിതത്തിനെ ആലോചിച്ചുള്ള വിഭ്രാന്തി കൊണ്ടും. ഇതൊക്കെ കാരണം താൻ എന്നുള്ളത് ഒരു കൊച്ചു ജീവനാണ് എന്നുള്ള തെറ്റിദ്ധാരണ, ശരീരം താനാണ് എന്നുള്ള തെറ്റിദ്ധാരണ, മനസ്സിൽ വരുന്ന ചിത്തവൃത്തികളെയൊക്കെ വാസ്തവമെന്ന് കരുതുക. ഈ ഭ്രമം കൊണ്ട് ഈ ജീവൻ മുഹ്യന്തി, മോഹത്തിന് അടിമപ്പെട്ട് കിടക്കുന്നു. അഹോ കഷ്ടം. അതാണ് ഇവിടെ അഷ്ടാമലകനും പറയണത്. അജ്ഞാനം കൊണ്ട് ഈ ജീവൻ ബന്ധത്തെ വാസ്തവമെന്ന് കരുതി ഇവിടെ ബദ്ധവത് ഭാതി തോന്നുന്നു. അത്രയുള്ളൂ. ബദ്ധവത് ഭാതി. സ്വാമി രാമദാസിനോട് ഒരു ഭക്തൻ ചെന്നിട്ട് കരയാണ്, സ്വാമി ഞാൻ ബന്ധത്തിൽ നിന്നൊക്കെ മുക്തനാവണം എന്ന് ധരിക്കുന്നു, എനിക്ക് പറ്റണില്ല, ഞാൻ ഈ സംസാരത്തിൽ കുടുങ്ങിയിരിക്കുകയാണ്, എനിക്ക് രക്ഷപ്പെടാൻ എന്തെങ്കിലും മാർഗമൊക്കെ പറയുന്നു എന്നൊരു അരമണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് കരഞ്ഞു. അത് കണ്ടുകൊണ്ടിരുന്ന അദ്ദേഹം ഉറക്കെ ചിരിച്ചു അത്രേ അത് കഴിഞ്ഞിട്ട്. എന്നിട്ട് പറഞ്ഞു, യു ആർ ട്രൈയിങ് ടു ഡിസീവ് രാംദാസ്. താൻ കരഞ്ഞ് കരഞ്ഞ് എന്നെ പറ്റിക്കാൻ നോക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായില്ല, ഓൾ യുവർ സോറോസ് ദേ ആർ നത്തിങ് ബട്ട് പ്രിറ്റൻഷൻ. വെറുതെ നടിക്കുക. യു ആർ രാം ഹിംസെൽഫ്. രാമൻ തന്നെയാണ് ഇപ്പൊ ഈ വേഷം കെട്ടിയിട്ട് വന്ന് എന്നെ പറ്റിക്കാൻ നോക്കുകയാണ്. പക്ഷെ ഇപ്പൊ രാമദാസ് പഠിച്ചു കഴിഞ്ഞു, ആളുകൾ എന്തൊക്കെ തന്നെ കരഞ്ഞാലും ദുഃഖിച്ചാലും അവരുടെ യഥാർത്ഥ സ്വരൂപത്തിൽ അവര് മുക്തന്മാരാണ്. യാതൊരു ബന്ധവും അവർക്കില്ല. അവരൊക്കെ തന്നെ ഈശ്വര സ്വരൂപികളാണ്. പുറമേക്ക് വെറുതെ കരയും വിഷമിക്കുകയൊക്കെ ചെയ്യണമെന്നല്ലാതെ ഉള്ളിൽ ഇതൊന്നും ബാധിക്കാതെ ഒരു വസ്തു നിരന്തര ശാശ്വത ആനന്ദ സ്വരൂപമായിട്ട് അവിടെ ഇരിക്കുന്നു. അത് സ്പർശിക്കപ്പെടാതെ നിൽക്കുന്നു. അതാണ് ഇവിടെ നിത്യോപലബ്ധി സ്വരൂപോഹം ആത്മഹ. അടുത്ത ശ്ലോകം. സർവാത്മഭാവം എന്നുള്ളതാണ്
മുക്തപുരുഷന്മാരുടെ ലക്ഷണം. സർവവസ്തുക്കളിലും ഏകമായ ആ വസ്തുവിനെ കാണുക. ഇന്നലെ ഭഗവാൻ അതിനെയാണ് വ്യവസായാത്മിക ബുദ്ധി എന്നും പറഞ്ഞത്. സർവചരാചരങ്ങളിലും എല്ലാ ഭൂതജാലങ്ങളിലും അനുസ്യൂതം പ്രകാശിക്കുന്ന അദ്വൈതബോധം, അതിനെ അനുഭവ ചക്ഷുസ്സുകൊണ്ട് കാണുന്നവനെയാണ് മുക്തൻ എന്ന് പറഞ്ഞത്. അവന് മോഹമില്ല, ശോകമില്ല, അവൻ ഏകത്വം കണ്ടനുഭവിക്കണു എന്ന് ഉപനിഷത്ത് പറയുന്നു. ഈശാവാസ്യ ഉപനിഷത്ത് യസ്മിൻ സർവാണി ഭൂതാനി ആത്മൈവാഭൂത് വിജാനതഃ തത്ര കോ മോഹഃ കശോകഃ ഏകത്വം അനുപശ്യതഃ. അവന് മോഹമെവിടെ, ശോകമെവിടെ, ഒക്കെ വസ്തു ഒന്നായി ഉരുത്തിരിഞ്ഞു നിൽക്കുമ്പോൾ. അപ്പൊ അങ്ങനെയുള്ള ഒരു അനുഭൂതി തലത്തിലാണ് അഷ്ടാമലകൻ പറയണത് എല്ലാത്തിലും പ്രകാശിച്ചു നിൽക്കുന്ന ആത്മാവാണ് ഞാൻ. ഗംഭീരമായ ശ്ലോകം. ഇത് കൃതി മുഴുവൻ അതിമനോഹരം. പക്ഷേ ഈ ശ്ലോകം വളരെ ഗംഭീരം. 13ാമത്തെ ശ്ലോകം. സമസ്തേഷു വസ്തുഷ്വനുസ്യൂതമേകം സമസ്താനി വസ്തൂനി യം ന സ്പൃശന്തി വിയദ്വത് സദാ ശുദ്ധമച്ഛസ്വരൂപഃ സ നിത്യോപലബ്ധിസ്വരൂപോഹമാത്മാ. സമസ്തേഷു വസ്തുഷ്വനുസ്യൂതമേകം സമസ്താനി വസ്തൂനി യം ന സ്പൃശന്തി വിയദ്വത് സദാ ശുദ്ധമച്ഛസ്വരൂപഃ സ നിത്യോപലബ്ധിസ്വരൂപോഹമാത്മാ. സമസ്തേഷു വസ്തുഷ്വനുസ്യൂതമേകം സമസ്താനി വസ്തൂനി യം ന സ്പൃശന്തി വിയദ്വത് സദാ ശുദ്ധമച്ഛസ്വരൂപഃ സ നിത്യോപലബ്ധിസ്വരൂപോഹമാത്മാ. സമസ്തേഷു വസ്തുഷു അനുസ്യൂതമേകം സമസ്താനി വസ്തൂനി യം ന സ്പൃശന്തി വിയദ്വത് സദാ ശുദ്ധം അച്ഛസ്വരൂപഃ സ നിത്യോപലബ്ധിസ്വരൂപോഹമാത്മാ. സമസ്തേഷു വസ്തുഷു, എല്ലാ വസ്തുക്കളിലും. വസ്തു എന്ന് വെച്ചാൽ തന്നെ ഇവിടെ നാമരൂപങ്ങൾ ഉണ്ട് എന്ന് തോന്നണത്. ഉണ്ടെന്ന് തോന്നുന്ന പ്രപഞ്ചത്തിൽ എന്തൊക്കെ വസ്തുക്കളുണ്ടോ അതിലൊക്കെ തന്നെ അനുസ്യൂതം, തുടർന്നുകൊണ്ട്. വസ്തുക്കളൊക്കെ മാറി മാറി വരുമ്പോഴും മാറാതെ. ഒരു മാലയിൽ അനേകം മുത്തുകളുണ്ടെങ്കിലും അതിൻ്റെ ഉള്ളിലുള്ള ചരട് ഒരേ ചരട് കൊണ്ട് കോർക്കണ പോലെ അനേകം നാമരൂപങ്ങളുള്ള ഈ പ്രപഞ്ചത്തില് ഈ നാമരൂപത്തിന് മുഴുവൻ അധിഷ്ഠാനമായിട്ടൊന്ന്. ഒരു സിനിമ കാണുമ്പോൾ സിനിമയിൽ എന്തൊക്കെയോ ചിത്രങ്ങൾ വരണു. തീ വരും, വെള്ളപ്പൊക്കം വരും, ആകാശം വരും, ഭൂമി വരും, യുദ്ധം വരും. പക്ഷേ ഈ കണ്ടതിനൊക്കെ പുറകിൽ ആ സ്ക്രീനാണോ ഉള്ളത്? വാസ്തവത്തിലുള്ളത് സ്ക്രീനാണ്, അല്ലെ? സ്ക്രീനിൽ വെറുതെ തോന്നുന്നതാണ് ഈ നാമരൂപങ്ങൾ. അതുപോലെ ഈ പ്രപഞ്ചമാവുന്ന ഈ പിക്ചർ, ഈ ചിത്രം മുഴുവൻ കാണാൻ അധിഷ്ഠാനമായിട്ടുള്ള സ്ക്രീൻ, അതാണ് ഞാൻ. ഇത് സ്വപ്ന ദൃഷ്ടാന്തം വെച്ചാൽ നല്ലവണ്ണം മനസ്സിലാകും. സ്വപ്നത്തില് നമ്മൾ കിടന്നുറങ്ങുമ്പോൾ, ഞാൻ കിടന്നുറങ്ങുകയാണെങ്കിൽ നിങ്ങളെയൊക്കെ സ്വപ്നത്തിൽ കാണുന്നു. പ്രഭാഷണം ചെയ്യുന്ന പോലെ കണ്ടാൽ സ്വപ്നവേളയിൽ നിങ്ങൾ ഓരോരുത്തരും ആ സ്വപ്നത്തിലുണ്ട്. ഈ ഹാൾ, അമ്പലമുണ്ട്, ഇവിടുത്തെ മൈക്കുണ്ട്, പുസ്തകമുണ്ട്, കുളമുണ്ട്, എല്ലാം കാണുന്നു സ്വപ്നത്തിന്. പക്ഷെ ഇതൊക്കെ എവിടെയാ കാണപ്പെടുന്നത്? ഈ അമ്പലവും ആകാശവും ഭൂമിയും നിങ്ങളും, നിങ്ങൾ ഓരോരുത്തരും എങ്ങനെയുണ്ടോ അതുപോലെ, അതേപോലെ പ്രഭാഷണം ചെയ്യുന്ന ഞാനും ഒക്കെ തന്നെ
പ്രകാശിക്കുന്നത് എന്റെ അധിഷ്ഠാനത്തിലാണ്. ഇതിനൊക്കെ സ്ക്രീൻ ഞാനാണ്. ഇതില് ചിത്രേ അത്ര ലോക്യം ച വിലോകിതാച പടഃപ്രകാശോപി അഭവത് സയേകഃ. സിനിമയിലാവട്ടെ ഒരു വ്യത്യാസമുണ്ട്. സ്ക്രീന് വേറെ, ലൈറ്റ് വേറെ, ഫിലിം വേറെ, ഒക്കെ വേറെയാണ്. പക്ഷെ ഇവിടെ സ്വപ്നത്തില് കാണുന്നവനും കാണപ്പെടുന്ന വസ്തുക്കളും ഒക്കെ തന്നെ ഒന്നാണ്. ഒരാളെ ഉള്ളൂ അവിടെ. അയാളിൽ തന്നെ വെറുതെ തോന്നുന്നു ഇതൊക്കെ. പ്രഭാഷണം നടക്കുന്നതായിട്ടും അതിലുള്ള ആളുകളും ആ മുറിയും ഒക്കെ ആ സമയത്ത് അതൊക്കെ സത്യം. രാവിലെ എഴുന്നേൽക്കുമ്പോഴാണ് ഇല്ല എന്ന് പറയണത്. കാണുമ്പോൾ ഒക്കെ സത്യം, സത്യമായിട്ട് തന്നെ അനുഭവപ്പെടുന്നു. അത് ആശ്ചര്യമായിട്ട് നിങ്ങളൊക്കെ ഉണ്ട്, ഞാനും ഉണ്ട്. എന്നിട്ട് നിങ്ങളെയും പ്രഭാഷണം ചെയ്യുന്ന എന്നെയും ഞാൻ കണ്ടുകൊണ്ടും കിടക്കണം. ഇതൊക്കെ തന്നെ നടക്കുന്നത് ആ എന്നിലാണ്. ഞാനാണ് ഇതിന് സ്ക്രീൻ. നിങ്ങളിലൊക്കെ തന്നെ ഈ ഹാളിലും മൈക്കിലും എല്ലാത്തിലും ഞാനാണ് നിറഞ്ഞു നിൽക്കുന്നത്. അനസ്യൂതം ഞാൻ മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നിൽ അനേകം ആളുകളും വസ്തുക്കളും ഒക്കെ തോന്നണു. ഇതിലൊക്കെ വ്യാപിച്ചു നിൽക്കുന്ന ആകാശം ഞാനാണ്. അതേപോലെ ഇവിടെ ഹസ്താമലകൻ പറഞ്ഞു, സമസ്തേഷു വസ്തുഷു അനുസ്യൂതമേകം. സമസ്ത വസ്തുക്കളിലും അനുസ്യൂതം പ്രകാശിക്കുന്ന ഏകമായ വസ്തു. സമസ്താനി വസ്തൂനി യം ന സ്പൃശന്തി. അതാണ് ആശ്ചര്യം. അതിനാണ് സ്വപ്ന ദൃഷ്ടാന്തം പറഞ്ഞത്. എത്ര ആയിരം കോടി വസ്തുക്കൾ ഉണ്ടായാലും അതിനെ സ്പർശിക്കുന്നേയില്ല എന്നാണ്. സ്വപ്നത്തില് ഞാനൊരു പൂരം കാണുകയാണെന്ന് വെച്ചോളൂ. തൃശ്ശൂർ പൂരം സ്വപ്നത്തിൽ ഞാൻ കാണുകയാണെങ്കിൽ എനിക്ക് വല്ല ഘനം തോന്നുമോ? ഇത്ര ലക്ഷം ആളുകൾ എന്നിലിരിക്കുന്നതുകൊണ്ട്. ഇത്രയും ലക്ഷം ആളുകളെ ഞാൻ സ്വപ്നത്തിൽ കണ്ടു എന്ന് വെച്ചിട്ട് എനിക്ക് വല്ല ക്ഷീണമോ ഘനമോ ഭാരമോ ഒന്നുമില്ല. അവരൊന്നും എന്നെ സ്പർശിക്കാതെയാണ് നിൽക്കുന്നത്. ഇത്രയും ആളുകൾ എന്നൊക്കെ പറയണതൊക്കെ ഒന്ന് തന്നെയാണ്. 1000 ആളുകളുണ്ടെങ്കിലും ഒരാളുണ്ടെങ്കിലും ലക്ഷം ഉണ്ടെങ്കിലും കോടി ഉണ്ടെങ്കിലും ഒക്കെ ഒന്ന് തന്നെയാണ്. ഇതൊക്കെ തന്നെ സങ്കല്പം. ഈ സങ്കല്പം എന്നെ സ്പർശിക്കുന്നേ ഇല്ല. രാവിലെ എണീറ്റാകുമെന്നും എനിക്കറിയില്ല. ഇതേപോലെ ആ ആത്മവസ്തുവിൽ അനേക പ്രപഞ്ചങ്ങൾ നിൽക്കുന്നു, അസ്തമിക്കുന്നു. ഇതൊന്നും തന്നെ അതിനെ സ്പർശിക്കുന്നില്ല. എന്തൊക്കെ തന്നെ ഇവിടെ നടന്നാലും ഇതൊന്നും ആത്മാവിനെ സ്പർശിക്കുന്നില്ല. വെറും ഇന്ദ്രജാല പ്രകടനം. പ്രപഞ്ചം മുഴുവൻ ഒരു ഇന്ദ്രജാല പ്രകടനം. ഗന്ധർവ നഗരം. ഇത് കണ്ടു ഭ്രമിച്ചു പോകരുത്. ചിത്രകേതുപാഖ്യാനം എന്നൊരു കഥയുണ്ട് ഭാഗവതത്തിൽ. അവിടെ ആ രാജാവിന് കുടുംബത്തിലുണ്ടായ പ്രശ്നങ്ങൾ കാരണം രാജാവ് കരയാണ്. മക്കളില്ല എന്ന് പറഞ്ഞ് ഒരുപാട് വിഷമിച്ചു. ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ട് ഒരു മകൻ ജനിച്ചു. ആ മകൻ മരിച്ചും പോയി. അപ്പൊ രാജാവ് തലയ്ക്കടിച്ച് കരയാണ്. അപ്പോഴാണ് അങ്കിരസ് മഹർഷി എന്ന് പറഞ്ഞു, രാജാവെ കരയരുത്. ഇപ്പൊ ആ മകനില്ല എന്ന് പറഞ്ഞ് കരഞ്ഞു. മകൻ ജനിച്ചു. മകൻ മരിച്ചപ്പോൾ ആ ദുഃഖം അന്ന് തന്നെ അനുഭവിക്കുന്നു. ഇതുപോലെയാണ് എല്ലാ വസ്തുക്കളും. അവിടെ പറയുന്നത് ഏവം ദാരാ ഗൃഹാരായ വിവിധൈശ്വര്യ സമ്പദ ശബ്ദാദയശ്ച വിഷയാഃ ഛലാ രാജ്യവിഭൂതയഃ മഹീ രാജ്യം ബലം കോശഃ ഭൃത്യാമാത്യാ സുഹൃജ്ജനാഃ സർവേപി ശൂരസേനേ മേ ശോകമോഹഭയാർത്തിതാഃ ഗന്ധർവനഗരപ്രഖ്യാഃ സ്വപ്നമായ മനോരഥഃ. ഹേ ശൂരസേന രാജാവേ, ഇതൊക്കെ തന്നെ അങ്ങിപ്പോ കുഞ്ഞിന്റെ ഒരു കാര്യത്തിൽ തന്നെ ഇത്ര ദുഃഖം അനുഭവിച്ചു എന്ന് വെച്ചാൽ ഇതുപോലെ തന്നെയാണ് വീട്, ധനം, ഐശ്വര്യം, സമ്പത്ത്, പലവിധ ശബ്ദാദി വിഷയങ്ങൾ, ആത്മാവിൽ നിന്ന് അന്യമായിട്ട് എന്തൊക്കെ വിഷയങ്ങളുണ്ടോ അത് എത്ര ശ്രേഷ്ഠമാവട്ടെ ഒരു കാലത്തല്ലെങ്കിൽ ഒരു കാലത്ത് ദുഃഖിപ്പിക്കും. ഒരു കാലത്തല്ലെങ്കിൽ ഒരു കാലത്ത് ദുഃഖിപ്പിക്കും. ശബ്ദാദയശ്ച വിഷയാഃ ഛലാഹ, അതൊക്കെ ചലിക്കുന്നതാണ്. രാജ്യവിഭൂതയ എന്ന് പറഞ്ഞിട്ട്
അവസാനം പറഞ്ഞു ഗന്ധർവനഗരപ്രഖ്യാഹ. ഗന്ധർവനഗരം പോലെ. ഗന്ധർവനഗരം എന്ന് വെച്ചാൽ പണ്ടൊക്കെ അങ്ങനത്തെ മജീഷ്യൻസ് ഉണ്ടായിരുന്നു അത്രയും. അവര് കൺകെട്ട് വിദ്യ, ഇപ്പൊ നമുക്ക് പലപ്പോഴും ടെക്നിക്സുകൾ കൊണ്ടാണ് ഇപ്പൊ മാജിക് കാണിക്കുന്നത്. അന്ന് കൺകെട്ട് വിദ്യ ഉണ്ടായിരുന്നു എന്നാണ്. തിരുവനന്തപുരത്ത് അങ്ങനെ ഉണ്ടായിരുന്നുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. രാജാവിനെ പോലും ഭ്രമിപ്പിച്ച ഇന്ദ്രജാല പ്രകടനം. നടുവിൽ വെച്ചിട്ട് ആകാശത്തിൽ യുദ്ധം നടക്കുന്നതായിട്ട് കാണിച്ചു അത്രേ ഒരാള്, ഒരു മാജിക് ഷോ. ആകാശത്തിൽ തിരുവനന്തപുരത്ത് നടുവില്, പട്ടണത്തിന്റെ നടുവിൽ വെച്ചിട്ട് ആകാശത്തിൽ ദേവാസുര യുദ്ധം കാണിച്ചു എന്നാണ്. നോക്കി നിൽക്കുന്ന ആളുകള് കുറെ നേരം കഴിഞ്ഞപ്പോ തലയില്ലാത്ത കബന്ധങ്ങൾ മുകളിൽ നിന്ന് വീണു. വാളും പരിചയവും ഒക്കെ കൂട്ടിമുട്ടണ ശബ്ദവും ഒക്കെ കൂടെ വീണിട്ട് ഈ ഇന്ദ്രജാലം കണ്ട ആളുകൾ ഭയന്ന് തിരുവനന്തപുരം പട്ടണം മുഴുവൻ ഓടി. ഉള്ള ചാലിലും കുണ്ടിലും ഒക്കെ വീണ് കയ്യും കാലും ഒക്കെ പൊട്ടിച്ചു. നടന്നത് ഇന്ദ്രജാലമാണെങ്കിലും വാസ്തവത്തിൽ അവിടെ ഇവിടെയൊക്കെ വീണ് കയ്യും കാലും ഒക്കെ മുറിഞ്ഞു എന്നാണ്. ഇന്ദ്രജാല പ്രകടനം അത് കാണുമ്പോൾ വാസ്തവമെന്ന് തോന്നും. ഈ പ്രപഞ്ചം മുഴുവൻ ഒരു ഇന്ദ്രജാല പ്രകടനം, സംശയിക്കേ വേണ്ട. വെറും ഇന്ദ്രജാല പ്രകടനം. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എത്ര ദിവസം നിൽക്കാൻ പോണു? ഏറി വന്ന ഇനി കുറെ കൂടെ വർഷങ്ങളാണ് ഈ ഇന്ദ്രജാലം, അല്ലെ? കൊച്ചിയിൽ എന്റെ കുടുംബം എത്ര വർഷം? അനേകായിരം വർഷങ്ങളെ നോക്കുമ്പോൾ കുറച്ച് വർഷം കൂടെ ഈ നാടകം നിൽക്കും, അവസാനിച്ചിട്ട് പോകും. വേറെ ഒരു നാടകം തുടങ്ങുമായിരിക്കാം. ഇന്ദ്രജാല പ്രകടനം. ഈ ഇന്ദ്രജാലം ഇങ്ങനെ മാറി 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 വന്നുകൊണ്ടിരിക്കും. ഈ ഇന്ദ്രജാലത്തിന് പുറകിൽ യാതൊന്നുകൊണ്ടും സ്പർശിക്കപ്പെടാതെ വിയദ്വത്, വിയത്ത് എന്ന് വെച്ചാൽ ആകാശം. ആകാശത്തിൽ മേഘങ്ങളുണ്ടാവുന്നു, ആകാശത്തിൽ ഇരുട്ടുണ്ടാവുന്നു, ആകാശത്തിൽ വെളിച്ചമുണ്ടാവുന്നു, പൊടിപടലങ്ങളുണ്ടാവുന്നു. ഇതൊന്നും തന്നെ ആകാശത്തിനെ സ്പർശിക്കണില്ല. അതുപോലെ വിയദ്വത് സദാശുദ്ധം, ആകാശം പോലെ എപ്പോഴും ശുദ്ധമായിട്ടുള്ളത്. അതിലെന്ത് വേണമെങ്കിൽ ഉണ്ടാവട്ടെ, അനേക കോടി ശരീരങ്ങളുണ്ടാവട്ടെ, കാമക്രോധാദി വികാരങ്ങളുണ്ടാവട്ടെ, ശാന്തി ആനന്ദം മുതലായിട്ടുള്ള സാത്വിക വികാരങ്ങളുണ്ടാവട്ടെ, എന്തൊക്കെ തന്നെ ഉണ്ടായാലും ആകാശം പോലെ അതീവ ശുദ്ധമായിട്ട് അച്ഛം. അച്ഛം എന്ന് വെച്ചാലും സ്ഫടികം പോലെ. സ്ഫടികത്തിന് മുമ്പിൽ ചുവപ്പ് കളർ വെച്ചാൽ ചുവപ്പ് കളർ കാണും, സ്ഫടികത്തിന് മുമ്പിൽ പച്ച വെച്ചാൽ പച്ച കളർ കാണും. പക്ഷെ ഇതൊന്നും സ്ഫടികത്തിന് അതുകൊണ്ടൊന്നും കളറാവില്ല. വിയദ്വത് സദാശുദ്ധമച്ഛസ്വരൂപ സനിത്യോപലബ്ധിസ്വരൂപോഹമാത്മാ. എപ്പോഴും ഉപലബ്ധമായ ആത്മവസ്തുവാണ് ഞാൻ. സമസ്തേഷു വസ്തുഷു അനുസ്യൂതമേകം. ഈ ശ്ലോകം എങ്ങനെ ധ്യാനിച്ചു നോക്കാം. സമസ്ത വസ്തുക്കളിലും അനുസ്യൂതം ഈ ബോധവസ്തു ഞാൻ 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 എന്ന് സ്ഫുരിച്ചു നിൽക്കണം. അത് ആദ്യം നമ്മളുടെ ഉള്ളിൽ കണ്ടെത്തിയാൽ, എന്റെ ഉള്ളിലുള്ള ഈ ഞാൻ എന്താണ്, ഞാൻ ആരാണ്, ഞാൻ ആര് എന്നുള്ള വിചാരം ചുടലയെ കത്തിക്കണ പോലെ മറ്റുള്ള വിചാരങ്ങളെയൊക്കെ കത്തിച്ചു കളഞ്ഞിട്ട് അതും സ്വയം അടങ്ങും. ഞാൻ ആരാണ്? ഓരോ വിചാരം പൊന്തുമ്പോഴും ഈ വിചാരങ്ങളൊക്കെ ആർക്കാണോ പൊന്തണത്? എനിക്ക്. വിചാരിക്കുന്ന ഞാൻ ആര്? ഈ ഞാൻ എന്നുള്ള സ്ഫുരണയെ ആരാഞ്ഞുകൊണ്ടേയിരുന്നാൽ അത് താനായി പരിണമിക്കും. ഈ ഞാൻ എന്നുള്ളത് പോയിട്ട് താനായിട്ട് ആത്മാനുഭവം പ്രകാശിക്കും. ആ ആത്മവസ്തു തന്നെയാണ് എല്ലാ ശരീരത്തിലും ഞാൻ എന്ന് സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്നത്. അനുസ്യൂതം, ഏകമം അദ്വയവുമായ ഒരേ വസ്തു അനേക ശരീരങ്ങളിൽ പ്രകാശിക്കുന്നു. സമസ്തേഷു വസ്തുഷു അനുസ്യൂതം ഏകം. എന്നാലോ ഇതുകളൊന്നും തന്നെ, ഈ ശരീരങ്ങളൊന്നും തന്നെ അതിനെ സ്പർശിക്കുന്നില്ല. സമസ്താനി വസ്തൂനി യംന സ്പൃശന്തി. വിയദ്വത് സദാശുദ്ധം അച്ഛസ്വരൂപ. ആകാശം പോലെ ശുദ്ധവും അതീവ നിർമ്മലവും സ്പർശമേൽക്കാത്തതും കളങ്കലേശമേൽക്കാത്തതും. അത് സ്വയമേവ ശുദ്ധമാണ്. പിന്നെ അച്ഛം എന്ന് എന്തിനു പറഞ്ഞു എന്ന് വെച്ചാൽ, അനേക വാസനകൾ ഉണ്ടാവുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചാൽ അതൊന്നും അതിനെ സ്പർശിക്കുന്നില്ല എന്നാണ്. സ്പർശിക്കുന്നുണ്ട് എന്നുള്ള ഭ്രമം കൊണ്ടാണ് നമ്മൾ വെറുതെ വിഷമിക്കുന്നത്. സ്പർശിക്കില്ല എന്ന് ഉറപ്പിച്ചാൽ സ്പർശിക്കില്ല. അച്ഛസ്വരൂപ സനിത്യോപലബ്ധി സ്വരൂപോഹമാത്മാ.
14. ഉപാധൗ യഥാ ഭേദതാ സന്മണീനാം തഥാ ഭേദതാ ബുദ്ധിഭേദേഷു തേപി യഥാ ചന്ദ്രികാണാം ജലേ ചഞ്ചലത്വം തഥാ ചഞ്ചലത്വം തവാപീഹ വിഷ്ണു. ഉപാധൗ യഥാ ഭേദതാ സന്മണീനാം തഥാ ഭേദതാ ബുദ്ധിഭേദേഷു തേപി യഥാ ചന്ദ്രികാണാം ജലേ ചഞ്ചലത്വം തഥാ ചഞ്ചലത്വം തവാപീഹ വിഷ്ണു. ജീവനെ സംബോധന ചെയ്യാണ് അസ്താമലകൻ. ഹേ വിഷ്ണു, വിഷ്ണു ഈ വിഷ്ണുവാണ്. വിഷ്ണു എന്ന് വെച്ചാൽ സർവത്ര വ്യാപിച്ചു നിൽക്കുന്നവൻ എന്നർത്ഥം. വിഷ്ണു എന്നുള്ള പദത്തിന് അതാണ് അർത്ഥം. വിശ്വം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന വസ്തു. വിശതേഹേ, എല്ലായിടത്തും പ്രകാശിച്ചു നിൽക്കണമെന്നാണ്. ജലേ വിഷ്ണു സ്ഥലേ വിഷ്ണു വിഷ്ണുരാകാശമുച്യതേ സ്ഥാവരം ജംഗമം വിഷ്ണു സർവം വിഷ്ണുമയം ജഗത്. അപ്പൊ എല്ലായിടത്തും വ്യാപിച്ചു നിൽക്കുന്ന ആത്മാവാണ് വിഷ്ണു. ഇപ്പൊ വിയദ്വത് എന്ന് പറഞ്ഞല്ലോ, ആകാശം പോലെ എന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ടാണ് വിഷ്ണുവിന് ആകാശത്തിന്റെ വർണ്ണവും. എന്നും നിറഞ്ഞു നിൽക്കുന്നവൻ. അവനെ ഉപമിക്കാൻ ആകാശമേ ഉള്ളൂ. ആകാശ ശരീരം ബ്രഹ്മ സത്യാത്മ പ്രാണാരാമം മന ആനന്ദം. ആകാശ ശരീരം ബ്രഹ്മ. ബ്രഹ്മത്തിന് ആകാശ ശരീരമാണ്. ആകാശം പോലെ അനന്തമായ ശരീരം. എന്നാ ഭേദം തോന്നുന്നത് എന്തുകൊണ്ടാണ്? ഉപാധൗ യഥാ ഭേദത. ഉപാധികൾക്ക് ഭേദം, അത്രയേ വ്യത്യാസമുള്ളൂ. എല്ലാവരുടെ ഉള്ളിൽ ഒരേ ബോധം. പക്ഷേ ഒരു ശരീരത്തിൽ ആ ബോധം ഞാൻ പുരുഷനാണെന്ന് ധരിക്കുന്നു, വേറെ ഒരു ശരീരത്തിൽ ആ ബോധം ഞാൻ സ്ത്രീയാണെന്ന് ധരിക്കുന്നു, ഒരു ശരീരത്തിൽ ആ ബോധം ഞാൻ പശുവാണെന്ന് ധരിക്കുന്നു, ഒന്നിൽ ഞാൻ നായാണെന്ന് ധരിക്കുന്നു, പൂച്ചയാണെന്ന് ധരിക്കുന്നു. ഉപാധിഭേദം. ഉപാധിഭേദം കൊണ്ട് ഒരേ ബോധവസ്തു അതാത് ഉപാധികളിലിരിക്കുമ്പോൾ അതാത് ഉപാധിയുമായിട്ട് താതാത്മ്യം. ഒരു ജഡമായ ഉദാഹരണം പറഞ്ഞാൽ, ഈയിടെ ആ ഉദാഹരണം ഉപയോഗിക്കാറില്ല, എന്നാലിപ്പോ തോന്നിയതുകൊണ്ട് പറയണം. സാധാരണ ഒരു ഉദാഹരണം പറയണത് ഇലക്ട്രിസിറ്റിയാണ് ഇതിന് ഉപയോഗിക്കുക. പക്ഷെ ആളുകൾക്ക് ഒരു തെറ്റിദ്ധാരണ വന്നു പോകണം. ഇലക്ട്രിസിറ്റി എന്ന് പറയുമ്പോൾ ആത്മാ ഇലക്ട്രിസിറ്റി പോലെയാണോ എന്ന് തോന്നിപ്പോകും. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പൊ അത് പറയാറില്ല. അത് ജഡമായ വസ്തുവാണ് ഇലക്ട്രിസിറ്റി. അപ്പൊ അതുപോലെ ഒരു ജഡസാധനമാണോ ആത്മാ എന്നുള്ളൊരു തോന്നൽ, തെറ്റിദ്ധാരണ വന്നു പോകണം. എന്നാലും പറയാ, ഇലക്ട്രിസിറ്റി നയിക്കലുള്ളപ്പോൾ ശബ്ദത്തിനെ നമുക്ക് വികസിപ്പിച്ചു തരണം. റേഡിയോയിലുള്ളപ്പോൾ പാട്ട് പാടുന്നു, ടി വിയിൽ ചിത്രം കാണുന്നു, ഹീറ്ററിൽ ചൂടാക്കുന്നു, ഫ്രിഡ്ജിൽ തണുപ്പിക്കുന്നു. ഒന്നിൽ മാത്രം നോക്കിയാൽ, റേഡിയോയിൽ മാത്രമാണോ നോക്കണതെന്ന് വെച്ചാൽ ഇലക്ട്രിസിറ്റി ഭാഗവതരാണോ എന്ന് ചോദിക്കും. പാട്ട് പാടുന്ന ആളാണോ ഇലക്ട്രിസിറ്റി? ഹീറ്ററിൽ നോക്കിയാൽ ഇലക്ട്രിസിറ്റി ചൂടുള്ളതാണോ? ഫ്രിഡ്ജിൽ നോക്കിയാലോ ഇലക്ട്രിസിറ്റി നല്ല തണുപ്പായിട്ട് ഇരിക്കുമോ? പക്ഷെ വാസ്തവത്തിൽ ഇതൊന്നും തന്നെ അതിന്റെ സ്വഭാവമല്ല. ഉപാധി, ഹീറ്റർ എന്ന് പറയുന്ന ഉപാധിയിൽ അത് ചൂടാക്കണം, ഫ്രിഡ്ജ് എന്ന് പറയുന്ന ഉപാധിയിൽ അത് തണുപ്പിക്കണം, മൈക്ക് എന്ന് പറയുന്ന ഉപാധിയിൽ അത് ശബ്ദത്തിനെ വികസിപ്പിക്കുന്നു. ഉപാധിക്കാണ് ഭേദം. വസ്തു ഒരേ വസ്തു തന്നെ അതാത് ഉപാധികളിലിരുന്ന് ഉപാധിയുടെ ശക്തിയെ ചോദിപ്പിക്കുന്നു, അത്രയേ ഉള്ളൂ. ഇതേപോലെ നിത്യശുദ്ധ ബുദ്ധ മുക്തസ്വരൂപമായ ഈ സത്യവസ്തു ഏതേത് ശരീരത്തിലിരിക്കുന്നു അതാത് ശരീരത്തിൽ ഇരുന്നു കൊണ്ട് അതാത് ശരീരത്തിനെ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഉപാധൗ ഭേദത. സ്ഫടികം വെക്കണം, സ്ഫടികം. അതുകൊണ്ടാണ് സ്ഫടികലിംഗത്തിന് അഭിഷേകം ചെയ്യണത്. ശിവനെ സ്ഫടികലിംഗമായി കണക്കാക്കാൻ കാരണം ആത്മാവിന്റെ സ്വരൂപം പ്രകാശിപ്പിക്കാൻ വേണ്ടിയിട്ടാണത്. ശുദ്ധ സ്ഫടിക സംകാശം. സ്ഫടികം, സ്ഫടികത്തിന്റെ പുറകിൽ ഒരു ചെമ്പരത്തി പൂ കൊണ്ടുവച്ചാൽ അവിടുന്ന് നോക്കിയാൽ സ്ഫടികം ചുവപ്പ് നിറമായിട്ട് കാണും. ആ സ്ഫടികത്തിന്റെ പുറകിൽ തന്നെ ഒരു പച്ച ഇല കൊണ്ടുവച്ചാൽ
സ്ഫടികം പച്ച നിറമായിട്ട് കാണും. നീല തുണി കൊണ്ടുവച്ചാൽ സ്ഫടികം നീലയായിട്ട് കാണും. കറുപ്പ് നിറം കൊണ്ടുവച്ചാൽ സ്ഫടികം കറുപ്പായിട്ട് കാണും. പക്ഷെ വാസ്തവത്തിൽ സ്ഫടികത്തിന് എന്തെങ്കിലും നിറമുണ്ടോ? ഒന്നുമില്ല. അതേപോലെയാണ് ഈ ഉള്ളിലുള്ള അഹംബോധം, ഞാൻ എന്നുള്ള ഉണർവ്. ആ ഉണർവ് മനുഷ്യ ശരീരത്തിനെ ആ ഉണർവിന്റെ മുമ്പിൽ കൊണ്ടുവച്ചാൽ ഞാൻ മനുഷ്യനാണ് എന്ന് പറയും. ബ്രാഹ്മണനാണ്, ക്ഷത്രിയനാണ്, വൈശ്യനാണ്, ശൂദ്രനാണ്, ബ്രഹ്മചാരിയാണ്, ഗൃഹസ്ഥനാണ്, വാനപ്രസ്ഥനാണ്, സന്യാസിയാണ്. ഇതൊക്കെ തന്നെ കളറാണ്. ഈ ബോധമോ സ്ഫടികം പോലെ. അതിൽ എന്തെന്തുണ്ടോ അതാതിനെ താനെന്ന് അഭിമാനിക്കണോ, അത്രയേ ഉള്ളൂ. അപ്പൊ ഉപാധൗ ഭേദത തന്മണീനാം ഭേദത ബുദ്ധിഭേദേഷു തേപി. ഇവിടെ മണി എന്ന് വെച്ചാൽ സ്ഫടികം എന്നാണ്. യഥാ ഉപാധൗ ഭേദദാസൻ മണീനാം ഭേദത പ്രതീയത്തെ. സ്ഫടികങ്ങളിലും ഭേദത തോന്നുന്നു. തഥാ തേപി അങ്ങയ്ക്കും ബുദ്ധിഭേദേഷു പലവിധ ബുദ്ധിഭേദങ്ങളാൽ ഭേദത നാനാത്വം തോന്നുന്നു. നാനാ വസ്തുക്കളുണ്ടെന്ന് തോന്നുന്നു. ചന്ദ്രികയ്ക്ക് ജലേ ചഞ്ചലത്വം യഥാ പ്രതീയത്തെ. ചന്ദ്രിക, ആകാശത്തിലുള്ള ചന്ദ്രൻ, ചന്ദ്രനെ തന്നെയാണ് ഇവിടെ ചന്ദ്രിക എന്നും പറയണത്. ചന്ദ്രിക എന്ന് വെച്ചാൽ ചന്ദ്രകിരണം. ആ ചന്ദ്രിക വെള്ളത്തിൽ അങ്ങനെ വീഴുമ്പോൾ നല്ല സുന്ദരമായിരിക്കും. ആ വെള്ളം ഇങ്ങനെ ഇളകാൻ തുടങ്ങിയാൽ ആ ചന്ദ്രികയും ഇളകുന്ന പോലെ തോന്നും. പക്ഷെ വാസ്തവത്തിലുള്ള ചന്ദ്രൻ യാതൊരു വിധത്തിലും ബാധിക്കപ്പെടുന്നില്ല ഈ ഇളക്കം കൊണ്ടൊന്നും. വെള്ളം ഇളകുമ്പോൾ വെള്ളത്തിലുള്ള പ്രതിബിംബം ഇളകിയ പോലെ തോന്നുന്നു എന്നല്ലാതെ ആകാശത്തിലുള്ള ചന്ദ്രന് വലുതുണ്ടോ? ഇനിയിപ്പോ ചന്ദ്രൻ അതിനെ നോക്കിയിട്ട് അയ്യോ ഞാൻ ഈ വെള്ളത്തിൽ വീണുപോയല്ലോ, ഞാൻ ഇങ്ങനെ ഡാൻസ് കളിക്കണമല്ലോ എന്നൊക്കെ ചന്ദ്രൻ വിചാരിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അതുപോലെയാണ് ആ ആത്മവസ്തു തന്നെ ചിത്തത്തിലുള്ള പ്രതിബിംബത്തിനെ താനെന്ന് അഭിമാനിച്ച് ചിത്തത്തിന്റെ ഓരോ ചലനവും താനാണ് ചലിക്കണതെന്ന് വിചാരിക്കുക. വെള്ളത്തിൽ സമുദ്രത്തിൽ പ്രതിബിംബിച്ച ചന്ദ്രൻ ഇങ്ങനെ ഒരു ദിവസം തന്നെ നോക്കി. അപ്പോഴുണ്ട് തന്റെ പ്രതിബിംബം ഇങ്ങനെ ചലിക്കുന്നു. തന്റെ പ്രതിബിംബത്തിനെ ഈ വെള്ളം കൊണ്ടുപോയിട്ട് പാറയിൽ കൊണ്ട് അടിക്കുന്നു. ചന്ദ്രന് തലവേദന തുടങ്ങി. കുറെ നേരം നോക്കിയപ്പോ അയ്യോ ഞാൻ എത്ര ചലിക്കുന്നു, ഞാനത് ആ പാറയിലൊക്കെ ചെന്ന് വീഴുന്നു എന്നൊക്കെ ചന്ദ്രൻ വിചാരിച്ചാൽ എങ്ങനെയുണ്ടാവും? അതുപോലെയാണ് ഈ ജീവൻ, ആ ബ്രഹ്മം, അനന്തമായ ആ വസ്തു വിഷ്ണു തന്നെ ഒരു ജീവനായി ധരിച്ച് ചഞ്ചലപ്പെടുന്നത്, ചാഞ്ചല്യം ഉണ്ടാവുന്നത്. തഥാ ഭേദത ബുദ്ധിഭേദേഷു തേപി. ബുദ്ധിക്കുള്ള ഭേദം കൊണ്ട് ആത്മ ചഞ്ചലപ്പെട്ടതായിട്ടും വിഷമിക്കുന്നതായിട്ടും ദുഃഖിക്കുന്നതായിട്ടും ഒക്കെ തോന്നുന്നു. വാസ്തവത്തിൽ യാതൊരു ചഞ്ചലതയും അതിനില്ല. തഥാ ചഞ്ചലത്വം തപാപീഹ വിഷ്ണു. ഹേ അനന്തമായ പരമാത്മാവേ, തനിക്ക് യാതൊരു ചാഞ്ചല്യവുമില്ല. ഉണ്ടെന്ന് തോന്നുന്നത് വെറും ഭ്രമം മാത്രം. താൻ നിത്യമുക്തനാണ്. ഇങ്ങനെ പറയാനാണ് ഗുരുവിന്റെ ആവശ്യം ഇവിടെയാണ്. ഗുരു എന്തിനാണെന്ന് വെച്ചാൽ ബദ്ധനാണെന്ന് കരുതി കരയുന്ന ജീവനോട് താൻ മുക്തനാണ്, തനിക്ക് യാതൊരു ബന്ധവുമില്ല, താൻ നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വരൂപൻ, ആകാശം പോലെ ശുദ്ധൻ, യാതൊരു കളങ്കലേശവും ഏൽക്കാത്ത സത്യവസ്തുവാണ് താൻ എന്ന് ബോധിപ്പിക്കാനാണ് ആചാര്യന്റെ ആവശ്യം, ഗുരുവിന്റെ ആവശ്യം. ശരീരം താനല്ല, മനസ്സ് ബുദ്ധി ഇതൊന്നും താനല്ല, താൻ ആത്മാവാണ്, ജനനമരണമില്ലാത്ത ആത്മവസ്തുവാണ് എന്ന് ബോധിപ്പിക്കാനാണ് ഗുരു. വിഷ്ണു എന്ന് വിളിക്കുക. ഇങ്ങനെ ഈ കൊച്ചുകുട്ടി 13 ശ്ലോകങ്ങളിൽ തന്റെ അനുഭൂതിയെ ശങ്കര ഭഗവത്പാദരുടെ മുമ്പിൽ അങ്ങനെ അങ്ങോട്ട് ഒഴുക്കി. ഞാൻ ആത്മാവാണ് 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 എന്ന് ഒഴുക്കി. ആ കുഞ്ഞ് എത്രയും പറഞ്ഞ് നിശ്ചലമായി സമാധിയിലിരുന്നു. ആചാര്യസ്വാമികളും ആ കുഞ്ഞിന്റെ കൈ ഗ്രഹിച്ചുകൊണ്ട് വളരെ നേരം സമാധിസ്ഥനായിട്ടിരുന്നു, നിശ്ചലമായിരുന്നു. എന്നിട്ട് ആ പ്രഭാകര ബ്രാഹ്മണനോട് പറഞ്ഞു, അവര് കുട്ടി സംസാരിച്ചുവല്ലോ, സംസാരിച്ചു എന്ന് മാത്രമല്ല പാട്ട് വേറെ പാടുന്നു. അങ്ങനെ വിചാരിച്ച് നിൽക്കേണ്ട അടുത്ത അച്ഛനും അമ്മയും. ആചാര്യസ്വാമി പറഞ്ഞു, ഇവനെ കൊണ്ട് നിങ്ങൾക്ക് ഉപയോഗമില്ല,
ഇവനിപ്പോ പാട്ട് പാടും, പക്ഷെ വീട്ടിൽ കൊണ്ടുപോയാൽ മിണ്ടില്ല. പിന്നെ ബുദ്ധിപൂർവ്വം വായ അടക്കിയിരിക്കുക. ഇവൻ നേരത്തെ പാട്ട് പാടിയിരുന്നു എന്ന് വെച്ചാൽ നിങ്ങൾ കോമ്പറ്റീഷനൊക്കെ അയച്ചു കളയും. അതുകൊണ്ടാണ് അവൻ ഇത്ര കാലം ഊമയെ പോലെ വായു തുറക്കാതെ സാമർത്ഥ്യമായിട്ട് ചമത്തായിരുന്നുട്ടാണ്. പേശിയെടുത്തിനെ നഴ്സറി സ്കൂളിൽ കൊണ്ട് വിട്ടുവിടുക, അതുവരെ പാട്ട് പാടുறதுக்கெல்லாம் ആരംഭിച്ചു കൊടുത്തിനാ കോമ്പറ്റീഷനുക്കെല്ലാം ചേർത്ത് വിട്ടുവിടുക. ചമത്ത് കുഴந்தை, നല്ല ബുദ്ധിശാലി കുഴந்தை, പേശാമറന്നു വിട്ടു. മിണ്ടാതെ ഇരുന്ന് കളഞ്ഞു ഇത്ര കാലം. മിണ്ടിയല്ലേ കുഴപ്പമുള്ളൂ. മിണ്ടിയ സ്കൂളിലാണ്, അവിടെ കൊണ്ടുപോയി ചേർക്കും, പഠിക്കുക എന്ന് പറയും അല്ലേ, ജോലിക്ക് പോകുമെന്ന് പറയും. ഇപ്പൊ ആ വിഷമൊന്നുമില്ല, മൂഢനാണ് എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ സേഫായിട്ട് ഒരിടത്ത് എത്തിയപ്പോ വായി തുറന്നു. ആചാര്യരുടെ അടുത്ത് എത്തിയപ്പോ വായ തുറന്നു. ആചാര്യർ പറഞ്ഞു, അതിന് ഇപ്പൊ മിണ്ടും, വീട്ടിൽ കൊണ്ടുപോയാൽ മിണ്ടില്ല, അതുകൊണ്ട് ഇവനെ എനിക്ക് തരൂ, നിങ്ങൾക്ക് ഇവനെ കൊണ്ട് പ്രയോജനമില്ല. അതേ അഷ്ടാമലകോസി, നീ അഷ്ടാമലകനാണ്, കയ്യിലുള്ള നെല്ലിക്ക പോലെ തത്വം പ്രകാശിച്ച ബാലൻ. ഹസ്തത്തില് കയ്യില് ആമലകം എന്ന് വെച്ചാൽ നെല്ലിക്ക എന്നുവെച്ചാൽ അതിങ്ങനെ ഉള്ളിൽ അടങ്ങിയെന്നർത്ഥം. അതിങ്ങനെ വെച്ചാൽ അടങ്ങിയെന്നർത്ഥം. ഇതൊരു പ്രസിദ്ധ ഉദാഹരണമാണ് ഈ അഷ്ടാമലകം എന്ന് പറയുന്നത്. കയ്യിലുള്ള നെല്ലിക്ക പോലെ. കയ്യാമലകക്കനി പൊയ്യായി ആകും. രമണ മഹർഷി ഈ അയ്യേ അതിസുലഭം 2 ദിവസം മുമ്പ് പാടിയ പാട്ടില് മഹർഷി ഒരു വാക്ക് ചേർത്തി. ഈ കയ്യിലുള്ള ആമലകം എന്ന് പറയുന്നത് പോലും ശരിയല്ല എന്നാണ്. അതിനെങ്കിലും ഒരു ഡിസ്റ്റൻസ് ഉണ്ട്. അത്രയും ഡിസ്റ്റൻസ് പോലും വസ്തുവിനില്ല. ഇപ്പൊ കയ്യിലുള്ള ആമലകം പോലും അല്ല എങ്കിലും അതൊരു പ്രസിദ്ധമായ ചൊല്ലാണ്. ബ്രഹ്മതത്വം അങ്ങനെ കയ്യിലൊതുക്കിയെന്നാണ്. കയ്യിലൊതുക്കിയ പോലെ ആത്മപ്രകാശം ഏർപ്പെട്ട ഈ ബാലന് ഹസ്താമലകൻ എന്നിട്ട്. ഈ സംസ്കൃത കൃതിയെ മഹർഷി തമിഴിലാക്കിയിട്ടുണ്ട്, രമണ മഹർഷി. അതില് അവസാനം ഒരു വാക്ക് ചേർത്തു, അറിവിനിൽ പെരിയ ബാലൻ. ബാലനാണ്, പക്ഷെ അറിവിനിൽ പെരിയ ബാലൻ அப்படின்னு சேர்த்துண்டா. ரொம்ப அபூர்வம். இந்த அஷ்டாமலகம் മലയാളത്തിലെ ഇല്ല. എന്നാൽത്താണ് ഇപ്പോ മലയാളത്തിലെ, എന്റെ അറിവിൽ മലയാളത്തിലെ ട്രാൻസ്ലേഷൻ ഇതുവരെ ഇല്ല. ഇംഗ്ലീഷിലും ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. ഇംഗ്ലീഷിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. ബോംബെ ശങ്കരമഠം പബ്ലിഷ് ചെയ്യാനായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്നു. മഹർഷി ഇതിനെ തമിഴിലാക്കിയിട്ടുണ്ട്. പിന്നെ മഹാരാഷ്ട്രത്തിലെ മഹാരാഷ്ട്ര സാധുക്കളുടെ ഏകനാഥ സ്വാമി, അദ്ദേഹം ഹസ്താമലകത്തിന് മറാത്തി വൃത്തങ്ങളില് വലിയൊരു വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട് ഈ ഹസ്താമലകത്തിന്. പിന്നെ വേറെ അങ്ങനെ കാണാറില്ലേ, ശങ്കരാചാര്യരുടെ തന്നെ ഭാഷ്യമുണ്ട് ഇതിന്. തന്റെ ശിഷ്യന്റെ തന്റെ കൂടെ വന്ന ആ ബാലൻ പാടിയ ആ പാട്ടിന് ആചാര്യസ്വാമികൾ ഈ കുഞ്ഞിന്റെ അനുഭവഗാനം കേട്ട ഉടനെ തന്റെ മറ്റ് ശിഷ്യന്മാരോട് പറഞ്ഞു അത്ര, ഇത് നിങ്ങൾ ഗ്രഹിച്ചാൽ ആത്മതത്വം കയ്യിലിരിക്കുന്ന നെല്ലിക്ക പോലെ പ്രകാശിക്കും. ഉക്തമർത്ഥമിമം ആത്മനിസ്ഫുടം ഭാവയേ പ്രഥിതയുക്തിബിർധിയ സംശയാതിരഹിതം കരാംബുവത്തേന തത്വനിഗമോ ഭവിഷ്യതി എന്ന് വിവേക ചൂടാമണിയിൽ പറയുന്നുണ്ട്. അതേപോലെ ഇതിനെ മുഴുവൻ ഗ്രഹിച്ചാൽ, ഭാവയൻ അങ്ങനെ ഭാവന ചെയ്ത് വിചാരം ചെയ്താൽ, കരാമ്പുവത് കയ്യിലിരിക്കുന്ന ആചമനം ചെയ്യാൻ വെള്ളമെടുത്ത പോലെ ഇതങ്ങട് പ്രകാശിക്കും തത്വം. തത്വനിഗമോ ഭവിഷ്യതി. അതിന് ശങ്കരാചാര്യർ തന്നെ ഭാഷ്യവും എഴുതിയിട്ടുണ്ട് ഈ കൃതിക്ക്. എന്തായാലും നമ്മൾ ഈ 7 ദിവസമായിട്ട് പ്രഭാതത്തിലും അഷ്ടാമലകീയം എന്നാണ് പ്രസിദ്ധമായ പേര് പുസ്തകത്തിൽ. അതൊരു സംഗീതം പോലെ തോന്നിയത് കൊണ്ടാണ് അഷ്ടാമലക ഗീതം എന്നാക്കിയത് പേര്. അഷ്ടാമലകന്റെ പാട്ട്, അനുഭവത്തിന്റെ പാട്ട്. അത് നമ്മളും പാടി കേൾക്കാം. കുറച്ച് അതിന്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെ ഗാനം ചെയ്യാം. ദിവസം രാവിലെ എണീറ്റ് നമ്മളുടെ ജപമോ ധ്യാനമോ ഒക്കെ കഴിഞ്ഞാൽ അതങ്ങനെ പാടുക. ഈ അഷ്ടാമലകന്റെ കൃതി, ശങ്കരാചാര്യരുടെ ദശശ്ലോകി, നിർവാണ ഷട്കം, ഇതൊക്കെ തന്നെ അങ്ങനെ അനുഭവത്തിന്റെ ഭാഷയിൽ ഗാനം ചെയ്യണം. അനുഭവത്തിന്റെ രുചിയോടുകൂടെ ഗാനം ചെയ്യണം, അങ്ങനെ പാടണം.
അപ്പൊ അങ്ങനെ പാടുമ്പോൾ തനിച്ചിരുന്ന് ഇങ്ങനെ പാടുമ്പോൾ നമ്മളെ അറിയാതെ കുറച്ച് കുറച്ചായിട്ട് അതിന്റെ അനുഭവം ഉള്ളിൽ പ്രകാശിക്കും. അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല